പീഠത്തിന് വേണ്ടി എല്ലാ ഭക്തജനങ്ങൾക്കും വേണ്ടി സംഭൂജിയ സ്വാമിജിയെ സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് കൂടി. താന്ത്രിക രത്നമാണ്, ഭാരതത്തിന്റെ താന്ത്രിക കുലപതിയാണ് ബ്രഹ്മശ്രീ മനയക്കാറ്റിലത്തെ ചന്ദ്രശേഖരൻ നമ്പൂതിരി ദേവൻ. അദ്ദേഹത്തിന് മണിയൂർ തിരുമേനിയുടെ സാന്നിധ്യത്തിൽ സംഭൂജ്യ സ്വാമി ഉദിത ചൈതന്യാജി മള്ളിയൂരിന്റെ പൊന്നാടി അണിയിച്ച് ഇപ്പോൾ ആദരിച്ചിരിക്കുകയാണ്. എത്രയോ ക്ഷേത്ര സമുച്ചയങ്ങൾക്ക് ഇപ്പോഴും താന്ത്രിക പദം അലങ്കരിച്ചു വരുന്ന മഹാനുഭവനാണ് മനയത്താറ്റിലത്ത് ബ്രഹ്മശ്രീ ചന്ദ്രശേഖരൻ നമ്പൂതിരി. അദ്ദേഹം എന്ന ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മുഖവിരവിന്റെ ആവശ്യമില്ലാത്ത പൊന്നിൻകുടത്തിന് പൊട്ട് ആവശ്യമില്ല എന്ന് സൂചിപ്പിക്കുന്നത് പോലെ സംഭൂജ്യ സ്വാമി ഉദിത ചൈതന്യ മഹാരാജ് തിരുമനസ്സിനെ മള്ളിയൂർ ആധ്യാത്മിക പീഠത്തിന് വേണ്ടി ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രഭാഷണ പീഠത്തിലേക്ക് ഇപ്പോൾ പുഷ്പഹാരമണിയിച്ച് സ്വീകരിക്കും. ഏറ്റുവാങ്ങുവാൻ അദ്ദേഹത്തെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശ്രീരാമജയം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഏറെ ധന്യമായ പരമപവിത്രമായ അനുഗ്രഹീതമായ ഈ തപോഭൂമിയിൽ, അതും സായം സന്ധ്യയിൽ ഇവിടെ വന്ന് ഇരിക്കാൻ സാധിക്കുന്നത് ജന്മാന്തര സുഹൃതമാണ്, ഭാഗ്യമാണ്. അതിനെ നമുക്കെല്ലാം ഭാഗ്യമൊരുക്കിട്ടുന്ന മണിയൂരിലെ തപോനിധിയായ പരമഹംസമായ മണിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ നമിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കളായ ശ്രീ പരമേശ്വരൻ നമ്പൂതിരി, ദിവാകരൻ നമ്പൂതിരിയുടെ കുടുംബാംഗങ്ങൾ അവരെല്ലാം നമിച്ചുകൊണ്ട് മണിയൂർ ഈ ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട്, പ്രപഞ്ചത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കിടംതിരുവാൻ്റെ പാദങ്ങൾ നമിച്ചുകൊണ്ട്, നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യത്തെ നമിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. ഒന്ന് ഓങ്കാരമന്ത്രത്തെ ചൊല്ലിക്കൊണ്ട് നമുക്ക് ഈ സായം സന്ധ്യയിൽ ആ ഓങ്കാരമന്ത്രത്തിൻ്റെ ശക്തി നേരത്തെ ശരിക്കും മനോഹരമായി വർണ്ണിക്കുകയുണ്ടായി. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കുക. നിങ്ങൾ കുറേ നേരം കണ്ടിന്യൂസ്ലി പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ഇത്തിരി താഴോട്ട് പോകാനുള്ള പ്രവണത തരും. നമ്മളൊന്ന് നിവർന്നിരിക്കുക, ചാരിയിരിക്കാതെ നിവർന്നിരിക്കുക. എല്ലാവരും നിവർന്നിരുന്ന് നല്ലവണ്ണം നമുക്ക് ശ്വാസമെടുത്ത് ഒരുമിച്ച് ചെല്ലാം. നമുക്ക് ഒരു 3 പ്രാവശ്യം ഓങ്കാരം. ഓ ശബ്ദം ഞാൻ കേൾക്കുന്നില്ല. എല്ലാവരും ഉറക്കെ ചെല്ലണം. ഉറക്കെ ശ്വാസം എല്ലാം അടുത്ത്. ഓ ശ്വാസം നല്ല അത്രത്തോളം എടുക്കാൻ പറ്റും, അത്രയും എടുക്കുക. ഓ
മഹാകായ കോടിസൂര്യസമപ്രഭാം നിർവിഘ്നം കുരു മേ ദേവ സർവകാര്യേഷു സർവദാ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമ്മൾ സുകൃതം ചെയ്തവരാണ്. കാരണം ഈ ഭാരത പവിത്ര ഭൂമിയിൽ ജനിക്കാൻ സാധിക്കുക എന്നത് തന്നെ ഭാഗ്യമാണ്, സുകൃതമാണ്. പക്ഷെ ഈ സുകൃതം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവം ഉണ്ടാവണമെങ്കിൽ സത്സംഗം വേണം. ഈ സത്സംഗം എന്ന് പറയുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ക്ലാരിറ്റി, കൺവിക്ഷൻ, വ്യക്തത, ജീവിതത്തെക്കുറിച്ചുള്ള വ്യക്തത. നേരത്തെ സന്താനഗോപാലൻ വർണ്ണിച്ച അവസാനം എത്തിയപ്പോൾ ഒരു വാക്ക് ഭഗവാൻ ആദിനാരായണൻ പറഞ്ഞത് ലോകസംഗ്രഹം ഏവാമി. ഇത് ഭഗവത്ഗീതയിൽ നമുക്ക് കാണാം. കൃഷ്ണൻ പറയുന്നു ലോകസംഗ്രഹം ഏവാമി. നമ്മുടെ ജീവിത ഉദ്ദേശം എന്താണ് എന്നപ്പോൾ നമ്മുടെ യുവതലമുറകൾക്ക് അറിയില്ലേ ഇതിനാണ് ഞാൻ ഇവിടെ വന്നതെന്ന്. നമ്മൾ ഒരു തെറ്റായ ബോധം കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചു. എങ്ങനെയെങ്കിലും 12th കഴിഞ്ഞ് ഇപ്പോൾ നോക്ക്, നിങ്ങൾ മാർച്ച് മാസത്തിലേക്ക് കിടക്കുന്ന എല്ലാ എൻട്രൻസും എങ്ങനെയെങ്കിലും ഒന്ന് മെഡിസിൻ കിട്ടണം, അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കിട്ടണം. ഈ ഭ്രാന്തിൽ പോവാണ് ലോകം. അത് കഴിഞ്ഞിട്ട് എന്തെന്നുള്ളതറിയില്ല. എല്ലാം ഒരു ജീവിതത്തെ മുഴുവൻ കുഴച്ചും മറച്ചാകെ അസ്വസ്ഥമാക്കി എന്നിട്ട് പിന്നെ സമാധാനത്തിനും ശാന്തിക്കും ഇതിനെ തോട്ടുപോകുക. അപ്പൊ നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ സമൂഹം പോകുന്നതെല്ലാം ഒരു ഇന്റലക്ച്വൽ എക്സസൈസ്. ഇന്റലക്ച്വലി കുറെ ഇൻഫർമേഷൻ ഉണ്ടാക്കി അതിൻ്റെ പിന്നാലെ ഓടുമ്പോൾ പിന്നീടാണ് നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, വ്യത്യസ്ത മനസ്സുകളുമായി ജീവിക്കുമ്പോൾ, വ്യത്യസ്ത സാഹചര്യങ്ങളോട് ഏറ്റുമുട്ടുമ്പോൾ ഇൻഫർമേഷൻ ഉണ്ട്, ട്രാൻസ്ഫോർമേഷൻ ഇല്ല. എല്ലാ വിവരങ്ങളും എനിക്കറിയാം. എനിക്ക് ചന്ദ്രനെ കുറിച്ചറിയാം, എനിക്ക് മറ്റ് ഗ്രഹങ്ങളെ കുറിച്ചറിയാം, എനിക്ക് പലതും അറിയാം. പക്ഷെ സ്വന്തം ജീവിത പ്രശ്നങ്ങളെ മാനേജ് ചെയ്യാൻ അറിയില്ല. ഇവിടെയാണ് നമ്മുടെ ഭാരതത്തിന്റെ മഹത്വം. നമ്മൾ പലപ്പോഴും ഭാരതത്തെ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഗവൺമെന്റുകളൊന്നും നമ്മളെ മനസ്സിലാക്കി തരാൻ ആ തരത്തിലുള്ള ഒരു എഫേർട്ട് എടുക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇത്തരം സത്രങ്ങൾ ആവശ്യമാണ്. നമ്മുടെ ഒരു ഭാഗ്യമാണ് എല്ലാ വർഷവും ഇവിടെ അതിഗംഭീരമായ രീതിയിൽ വലിയ സമ്പത്ത് ചെലവഴിച്ചുകൊണ്ട് ഈ മല്ലൂർ പരമപവിത്ര ഭൂമിയിൽ സത്രം നടക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള സത്രങ്ങളാണ് നമുക്ക് ഒരു ബോധം ഉണ്ടാക്കിയിട്ടില്ല. ഇവിടെയാണ് നമുക്ക്, എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡെപ്തിൽ ഈ കാര്യങ്ങൾ പഠിക്കേണ്ട ഒരു കാലമാണ്. കാരണം ഇനിയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ അറിയണം എന്താണ് ഭാഗവതം, എന്തിനാണ് ഈ ഭാഗവതം. കാരണം 5000-ഓളം വർഷം പഴക്കമുള്ള ഈ ടെക്സ്റ്റുകളൊക്കെ ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ ഇനിയുള്ള കാലമൊന്നും കുട്ടികൾ ഒരു വിശ്വാസത്തിൽ നിൽക്കുന്ന കാര്യം. കാരണം കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, മനുഷ്യന്റെ ബ്രെയിനിന്റെ അകത്താണ് ചിപ്പ് വെച്ചിരിക്കുന്നത്. മനുഷ്യന്റെ ബ്രെയിനിന്റെ അകത്ത് ചിപ്പ് വെച്ചിട്ട് മനുഷ്യന്റെ തോട്ട്സ് മുഴുവൻ കമ്പ്യൂട്ടർ മോണിറ്ററിലേക്ക് വരുത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വേൾഡിലാണ്. അപ്പൊ ആ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ ഭാഗവതത്തിന് എന്ത് പ്രസക്തി? ഈ 5000 വർഷം പഴക്കമുള്ള കൃതി എങ്ങനെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്? അപ്പൊ അവിടെയാണ് നമുക്ക് ഈ ഭാഗവതം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം, ഇതൊരു അധ്യാത്മശാസ്ത്രമാണ്, ഇതൊരു ആത്മീയ കൃതിയാണ്. അപ്പൊ മതഗ്രന്ഥവും ആത്മീയ കൃതിയും ടോട്ടലി ഡിഫറെന്റ് ആണ്. മതഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇൻഫർമേഷൻസ് ആണ്. എന്തെല്ലാമോ ദൈവകഥകൾ പറയുക, കൽപ്പനകൾ പറയുക. ഇതൊരു ഇൻഫർമേഷൻ അല്ല, ഇതൊരു ട്രാൻസ്ഫോർമേഷനാണ്. മനുഷ്യനെ കൂടുതൽ കൂടുതൽ കഴിവുറ്റവരാക്കി. നമ്മുടെ ഗവൺമെന്റുകളൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ ബുദ്ധിയിൽ കുറെ ഇൻഫർമേഷൻ തന്നു എന്നല്ലാതെ മനുഷ്യ മനസ്സിന്റെ സാധ്യതകളെ കുറിച്ച്, അതിന്റെ വൈഭവത്തെ കുറിച്ച്, അതിന്റെ മഹത്വത്തെ കുറിച്ച് നമുക്കൊന്നും അറിയില്ല.
അപ്പൊ വലിയ നിധി കയ്യിൽ വെച്ചിട്ട് പിച്ചക്കാരെ പോലെ ജീവിക്കേണ്ട ഗതികൾ വന്നിരിക്കണം. നമ്മുടെ മനസ്സിന്റെ അകത്തേക്ക്, അതിന്റെ ഉള്ളറകളിലേക്ക്, അതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ നമ്മൾ പഠിച്ചിട്ടില്ല. വലിയ നിധിയുടെ ഉള്ളിലായിരിക്കുന്നത്, വലിയ സമ്പത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പിച്ച തണ്ടാത്ത ഗതികളിലാണ് മനുഷ്യൻ. ഈ നിധിയിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ, മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലണമെങ്കിൽ someone has to guide us. ആരെങ്കിലും നമുക്ക് വഴി കാണിച്ചു തരണം. നമ്മുടെ ഗുരുക്കന്മാരൊക്കെ വഴി കാട്ടികളാണ്. മള്ളിയൂരിനൊക്കെയുള്ള നിധികൾ ഈ മഹത്വം മനസ്സിലാക്കിയത് അവർ വഴി കാണിച്ചത് കൊണ്ടാണ് ഇന്നും ഈ പരമപവിത്ര ഭൂമിയിൽ ഇതിനുള്ള സഫർ നടന്നത്. ഭഗവാൻ കൃഷ്ണൻ ഒരു വഴികാട്ടിയാണ്. നമ്മൾ ഓരോരുത്തരും വഴി അറിയുന്നവരും വഴികാട്ടികളുമായി മാറണം. അതാണ് ലോക സംസ്കൃതം എന്ന് പറയുന്നത്. വഴി അറിയുകയും വേണം, ആ വഴിയിലൂടെ ചരിക്കുകയും വേണം, മറ്റുള്ളവർക്ക് വഴി കാണിക്കുന്ന വെളിച്ചങ്ങളായി മാറണം. സ്വാമി വിവേകാനന്ദൻ പറയുന്നു, ഒരു കത്തുന്ന സൂര്യനെ പോലെ ഉജ്ജ്വലിക്കണം എന്നതായിരിക്കണം ആഗ്രഹിക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് ഒരു മെഴുകുതിരിയെങ്കിലും ആവണം. കുറച്ചു പേർക്കെങ്കിലും വഴി കാണിച്ചു കൊണ്ടുപോകണം. ഒരിക്കലും എരിഞ്ഞടങ്ങുന്ന ഉമിത്തി പോലെയാണത്. ഉമിത്തിയിൽ തീയുണ്ട്, പക്ഷെ അത് എരിഞ്ഞ് തീരും. അത് വഴി കാണിച്ചിട്ടില്ല. അതുപോലെ ആയിത്തീരരുത് ചെയ്യുക. അത് നമുക്ക് വഴി കാണിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ വഴി തെളിയണം. നമ്മൾ ആദ്യം വെളിച്ചം തെളിയിക്കണം. അതിനാണ് ഞാൻ നിങ്ങളും ഇവിടെ വന്നിരിക്കുന്നത്. ഞങ്ങളാരും പ്രഭാഷകരല്ല, നിങ്ങളിലൂടെ പഠിക്കുകയാണ്. നമ്മളെല്ലാവരും പഠിക്കുകയാണ്, മനസ്സിലാക്കാൻ കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഞങ്ങൾക്കും കിട്ടിയൊരു അവസരമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് കേവലം പ്രഭാഷണങ്ങളായിട്ട് നിങ്ങൾ കേൾക്കരുത്. നമ്മളെല്ലാവരും സാധകന്മാരാണ്, സാധന ചെയ്യുകയാണ്. അതിന് നിങ്ങളുടെ മുന്നിൽ പറയുന്നു, കുറച്ച് മുകളിൽ കയറി പറയുന്നു എന്നല്ലാതെ വലിയ വിവരമുണ്ടായിട്ടൊന്നും പറയുന്നില്ല. നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഒരുപക്ഷെ നിങ്ങൾക്കായിരിക്കും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിവുണ്ടാവുക. അതുകൊണ്ട് നമ്മൾ പരസ്പരം ഭാവയെന്ന ശ്രേയപരമവാപ്സ്യത എന്ന് പറയും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മുടെ സമൂഹം അതാണ്, നമ്മുടെ ഭാരത സംസ്കൃതി അതാണ്. ഇതൊരു ചർച്ചയാണ്, ഇതൊരു സംവാദമാണ്. ചോദിച്ച് മനസ്സിലാക്കി പഠിച്ചു മുന്നോട്ട് പോവുക. അപ്പൊ നമുക്കിവിടെ എനിക്ക് തന്നിരിക്കുന്ന വിഷയം 11-ാം സ്കന്ധത്തിലെ, ഇന്ന് നമ്മൾ 11-ാം സ്കന്ധത്തിലേക്ക് കടക്കേണ്ടത്. നേരത്തെ സന്താനഗോപാലം പറഞ്ഞ് ഉപസംഹരിപ്പിച്ചു. അതിനുശേഷവും ശ്രുതിഗീത തുടങ്ങിയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും എനിക്ക് തന്നിരിക്കുന്നത് നവയോഗി സംവാദമാണ്. ഭാഗവതത്തിലെ 11-ാം സ്കന്ധം അത് 2 ഗംഭീരമായ സംവാദങ്ങളെ കൊണ്ട്, കോൺവെർസേഷൻ കൊണ്ട് അത്ര പ്രൗഢഗംഭീരമാണ്. അല്ലെങ്കിൽ അത് വലിയൊരു രതികുംഭമാണ്. ഒന്നാമത്തത് വസുദേവ നാരദ സംവാദവും രണ്ടാമത്തത് ശ്രീകൃഷ്ണ ഉദ്ധവ സംവാദവുമാണ്. ഇവിടെ വസുദേവ നാരദ സംവാദം അതാണ് ഇപ്പോൾ ഞാൻ എടുക്കേണ്ട ഒരു വിഷയം. ഉദ്ധവ സംവാദം പിന്നീട് അടുത്ത നാളത്തെ പ്രഭാഷണങ്ങളിൽ അത് ഇവിടെ പറഞ്ഞിരിക്കും. അപ്പൊ അവിടെ വസുദേവ നാരദ സംവാദം ഇത് നടന്നത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇന്ന് നമ്മൾ എന്തിനാണ് ഇത് ചർച്ച ചെയ്യുന്നത്? ഇവിടെ വസുദേവ നാരദ സംവാദം നമ്മൾ പറയുമ്പോൾ ഈ സംവാദത്തിലുള്ള, ഈ കോൺവെർസേഷനുള്ള അതിൻ്റെ അടങ്ങിയിരിക്കുന്ന കണ്ടന്റാണ് നമ്മുടെ വിഷയം. ഇതിനൊരു കണ്ടന്റ്, അത് നമുക്ക് ആവശ്യമാണ്, ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമാണ്. അപ്പൊ വസുദേവരെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പിതാവ് നാരദരുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ ചില മാനസിക പ്രശ്നങ്ങൾ, വിഷമങ്ങൾ കാരണം അതിൽ നിന്ന് പുറത്ത് കടക്കാൻ വേണ്ടിയിട്ട് നാരദരോട് ചോദിക്കുന്ന ചോദ്യവും അതിന് നാരദർ കൊടുക്കുന്ന ഉത്തരവുമാണ് ഈ എന്താണ് നാരദ വസുദേവ സംവാദം. ഈ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ നാരദർ പറയും, അങ്ങയുടെ ഈ ചോദ്യം പണ്ട് നിനി എന്ന് പറയുന്ന ഒരു മഹാരാജാവ് നവയോഗികളോട് ചോദിച്ച ചോദ്യമാണ്. പണ്ട് നിമി എന്ന് പറയുന്ന ജനക മഹാരാജാവ് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ 9 നവയോഗികൾ വന്നു എന്നും ആ നവയോഗികളോട് നിമി മഹാരാജാവ് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിന് ഈ നവയോഗികൾ ഉത്തരം പറഞ്ഞത് ഞാൻ കേട്ടു എന്നും ഇതൊക്കെ അങ്ങേക്ക് ഞാൻ പറഞ്ഞുതരാം. അതായത് മുമ്പ് നടന്ന ഒരു സംഭവത്തെ റീടെലികാസ്റ്റ് ചെയ്യുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പണ്ടത്തെ രാമായണം ഒന്നുകൂടി ടെലികാസ്റ്റ് എന്ന് പറഞ്ഞ പോലെ അന്ന് നടന്നൊരു സംവാദം ഇപ്പോൾ ഇതാ വസുദേവർക്ക് വേണ്ടി നാരദ മഹർഷി റീപ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം തന്നെ നമുക്കെല്ലാവർക്കും വേണ്ടുന്ന കാര്യമാണ് ഭയം. മനുഷ്യനെ മുഴുവൻ അലട്ടുന്ന ഭയം. അപ്പൊ ഇവിടെ വസുദേവരെ വലിയൊരു വിഷമം അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ സംവാദം വരുന്നത്
കൃഷ്ണന്റെ കുലം ഏറെക്കുറെ നശിക്കാറാകുന്ന ഒരു ഘട്ടത്തിലാണ്. തമ്മിൽ തല്ലി കലഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. അതും മാത്രമല്ല, കൃഷ്ണന്റെ കുലത്തിന് ഗാന്ധാരിയുടെ ശാപം ഉണ്ടായിട്ടുണ്ട്. കൃഷ്ണ, നിന്റെ കുലവും 10-36 വർഷം കഴിയുമ്പോൾ നശിച്ചു. പിന്നെ നിങ്ങൾക്കറിയാലോ, കഥകളൊക്കെ ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ കഥയുടെ ഒരാളല്ലാത്തതുകൊണ്ട് കഥ എനിക്ക് അങ്ങനെ പറഞ്ഞങ്ങനെ ആ ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നു. അതായത് സാമ്പരെ ഒരു ഗർഭിണിയെ പോലെ അഭിനയിപ്പിച്ച് വലിയ മഹാന്മാരുടെ മുന്നിൽ കൊണ്ടു നിർത്തി. എന്നിട്ട് സാമ്പൻ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കഥ അറിയുന്നുണ്ടോ? അത് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. ഭഗവാൻ കൃഷ്ണന്റെ ജാമ്പവതിയിലുള്ള പുത്രനാണ് സാമ്പൻ. അദ്ദേഹത്തിന് പെണ്ണിന്റെ വേഷം കെട്ടി എല്ലാവരും കൊണ്ട് നിർത്തിയിട്ട് കളിയാക്കി തമാശയാക്കി ഇവര് ഈ മഹാന്മാരെ നിന്ദിച്ചു. ത്രികാലജ്ഞാനികളല്ലേ, നിങ്ങൾക്കെല്ലാം അറിയുന്നവരല്ലേ, വരാൻ പോകുന്ന ഭൂതം മഹദിയൊക്കെ അറിയുന്നവരല്ലേ. ഇവൾ എന്തിനെ പ്രസവിക്കുക? നോക്കണം, വിനാശകാലെ വീട് ബുദ്ധി എന്ന് പറഞ്ഞ പോലെ നാക്ക് തെറ്റിപ്പോയി. എന്ത് കുട്ടിയെ പ്രസവിക്കുന്ന പോലും ചോദിച്ചു. എന്തിനെ പ്രസവിക്കുക? കൊടുത്തു ശാപം. മുസലം കുലനാശം കൊടുത്തു. മുസലം ഇരുമ്പ് ദണ്ഡം പ്രസവിക്കും, കുലനാശം സംഭവിക്കും. അതൊക്കെ പിന്നീട് കുട്ടികളെ അരച്ചു പൊടിച്ച് കടലിലേക്ക് ഇറങ്ങി അതൊക്കെ പുല്ലുകളായി. പിന്നെ ഒരു കഷ്ണം ബാക്കിയുള്ളത് മത്സ്യം വിഴുങ്ങി. അത് ആ മത്സ്യത്തെ മുക്കുവൻ പിടിക്കുന്നു, മുക്കുവൻ അത് വിൽക്കുന്നു, ഒരു വേടൻ കിട്ടുന്നു, വേടൻ അത് അമ്പാക്കി വെച്ചു. കൃഷ്ണന്റെ വീട്ടുകാരെന്നെ കൃഷ്ണനെ ശരീരത്തിൽ ചെയ്യാനുള്ള ഒരു അമ്പ് റെഡിയാക്കി വെച്ചു എന്ന് പറയുകയാണ്. അവർ തന്നെ നല്ല വഴികൾ കാട്ടി. ഇതെല്ലാം കൂടി വന്നപ്പോഴാണ് വസുദേവരുടെ മനസ്സിൽ വലിയ ഭയം രൂപപ്പെട്ടത്. ഈ ഭയത്തിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കാൻ പറ്റുന്നില്ല. ഉത്കണ്ഠ, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആൻസൈറ്റി എന്ന് പറയും. വല്ലാത്തൊരു അസ്വസ്ഥത, ഉറക്കമില്ലാത്ത രാത്രികൾ. ഈ ഒരു അവസ്ഥയിലാണ് വസുദേവര് നാരദരോട് ചോദിക്കുന്നത്, എങ്ങനെ ഇതിൽ നിന്നും പുറത്ത് കിടക്കാം? ഇന്ന് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഭാഗവതത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ നമ്മുടെ ചുറ്റുപാടിലേക്ക്. 2 ദിവസം ഇന്നലെയാണ് നിങ്ങൾ കണ്ടുവല്ലോ പേപ്പറിൽ 20ഓളം ആളുകളെ വധശിക്ഷ വിധിച്ചിരിക്കുന്ന ഒരു വാർത്ത കേരളത്തിലെ പത്രത്തിൽ നടന്നിരിക്കുന്നു. അതിൽ പറഞ്ഞ ജഡ്ജ്മെന്റിന്റെ ചില പാർട്ടുകളൊക്കെ വായിക്കുമ്പോൾ അതിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില ഇത്തരത്തിലുള്ള നെഗറ്റീവ് തിങ്സ്, ഇതിനൊരു ശിക്ഷ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനിയും കേരളം അപകടത്തിലേക്കാണ്. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടെന്ന് പറയുന്നത് നമ്മളാരും സുരക്ഷിതരല്ല. അത് ഏതോ കേവലം ഒരു തെറ്റിദ്ധരിക്കരുത് നിങ്ങൾ, ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രശ്നങ്ങളല്ല. പല കാരണങ്ങളാണ് മനുഷ്യ ജീവിതം ഒരിക്കലും സുരക്ഷിതമല്ല. ഈ സുരക്ഷിതത്വമല്ലാത്ത ഒരു ലോകത്തിലേക്കാണ് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ചു വീഴുന്നത്, വളരുന്നത്. ഞാൻ ഇവിടുത്തെ അമ്മമാരോടൊക്കെ ചോദിക്കുകയാണ്, നമ്മുടെ കുട്ടികളെയൊക്കെ നിങ്ങൾ കോളേജിൽ പറഞ്ഞയക്കുന്നു, യൂണിവേഴ്സിറ്റികളിൽ പറഞ്ഞയക്കുന്നു, പുറം ലോകങ്ങളിൽ പറഞ്ഞയക്കുന്നു. നമ്മൾ എന്താണ് അവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്? നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമ്മളൊരു വിശ്വാസം വെച്ചാൽ ദൈവം നോക്കിക്കൊള്ളുന്ന ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ കൃഷ്ണന്റെ കുലം നോക്കൂ നിങ്ങൾ. ഏറെക്കുറെ കൃഷ്ണൻ നോക്കുമെന്നൊരു വിശ്വാസത്തിൽ ജീവിച്ചു വന്ന ആ വസുദേവർക്ക് കണക്കുകൂട്ടലുകൾ തെറ്റിക്കിടക്കുകയാണ്. ഇനി കൃഷ്ണൻ വിചാരിച്ചാൽ പോലും എത്തിക്കാൻ പറ്റില്ല. ശാപം, ഗാന്ധാരി ശാപം, ഇതുപോലെ എന്താണ് മഹാന്മാരുടെ ശാപം, ഇതെല്ലാം കൂടി സഞ്ചാരമായി കിടക്കുന്ന അവസ്ഥ. ഇതുപോലെ നമ്മൾ നോക്കും നമ്മുടെ പ്രകൃതിയിലേക്ക് ഒരുപാട് പുതിയ വൈറസുകൾ ഉണ്ടാവുന്നു. നിങ്ങൾ വായിക്കുന്നുണ്ടോ പത്രമൊക്കെ? ഇന്നലെ മിനിയാണത്തെ ജപ്പാനിലെ മുഴുവൻ മാസ്ക് ഇട്ട് നടക്കാണ്. ജപ്പാൻ മാസ്ക് ഇട്ട് നടക്കുകയാണ്. കൂടുതൽ വൈറസ് വീണ്ടും വ്യാപിച്ചിരിക്കുകയാണ്. ഏത് രാജ്യമാണ്? നമ്മളെക്കാൾ എത്രയോ ഡെവലപ്ഡ് രാജ്യമാണ് ജപ്പാൻ. അവരിപ്പോഴും കോവിഡിന്റെ 10ാമത്തെ ലെവലിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ ഏത് രാജ്യമാണ് സുരക്ഷിതമായിട്ടുള്ളത്? പ്രകൃതി പ്രശ്നങ്ങളിൽ നിന്ന് ആരാ സുരക്ഷിതമായിട്ടുള്ളത്? നമ്മളെല്ലാം ഒരു വിശ്വാസത്തിലങ്ങനെ ജീവിക്കുകയാണ്. വെള്ളമുണ്ടാവും, അല്ലെങ്കിൽ മഴ പെയ്യും, അല്ലേ? എല്ലാം ഒരു വിശ്വാസമാണ്. ഇതൊക്കെ ആർക്കറിയാം? ഈ വേനൽക്കാലം എങ്ങനെ ഉണ്ടാവുന്ന ആർക്കറിയാം? ഇങ്ങനെ മനുഷ്യൻ ഒരു വശത്തെ പ്രകൃതിയുടെയും വേറെ വശത്തെ ചുറ്റുപാടിനെയും വേറെ വശത്തെ സ്വന്തം ജീവിതത്തിന്റെയും പ്രശ്നങ്ങളുമായി, ഇതിനെ ആദ്യ ഭൗതിക, ആദ്യ ദൈവ, ആധ്യാത്മിക താപങ്ങൾ എന്നൊക്കെ നിങ്ങൾ നിർവചിച്ചോളൂ. പക്ഷെ പ്രോബ്ലംസ് നമ്മുടെ മുന്നിലുണ്ടാകുമ്പോൾ ഈ പ്രോബ്ലത്തിൽ ഒന്നുകിൽ നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഒരു ജനറേഷൻ, ഇപ്പോഴത്തെ നമ്മുടെ ഈ ജനറേഷൻ എന്താണ്? ഇതൊക്കെ ഞങ്ങൾക്ക് ബാധകമല്ല, വരുന്നതാണ്.
അതാണ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒക്കെ അവസ്ഥ. എന്ത് വന്നാലും വരുന്നിടത്ത് വെച്ച് കാണാം. അതാണ് ഒന്നുകിൽ അങ്ങനെ നമുക്ക് എഴുതിത്തള്ളാം, അല്ലെങ്കിൽ നമുക്ക് രണ്ടാമത്തതായിട്ട് നമുക്ക് കുറെ ഇങ്ങനെ അന്ധമായി പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ചിലർപ്പിക്കാം. അല്ലെങ്കിൽ മൂന്നാമത്തതായിട്ടുള്ള ഒരു കാര്യം, ഇതിനെന്താണ് വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വഴി എന്താണ് ഇതിനെ തരണം ചെയ്യാനോ, ഇതിലേതാണ് ശരി? ഇതിനെ ഇഗ്നോർ ചെയ്യുക, ഇതിനെ മറന്നു ജീവിക്കുക, വരുന്നിടത്ത് വെച്ച് കാണാം എന്നതാണോ ശരി? അതാണോ ശരി? അല്ലെങ്കിൽ അന്ധമായി പ്രാർത്ഥിച്ചിട്ട് ദൈവം ഒന്നും വരുത്തില്ല, എനിക്ക് കുഴപ്പം വരുത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നതാണോ ശരി? അതോ ഇതിനെ മറികടക്കാൻ എന്താണ് ശരിയായ ഉപായം? ഏതാ ശരി? അതാണ് വസുദേവൻ ചോദിക്കുന്നത്. ഇതിനെന്താണ് ഒരു മാർഗം? ഇതിനെങ്ങനെ പരിഹരിക്കാം? അതുകൊണ്ടാണല്ലോ സംവാദം വന്നത്, നാരദനോട് ചോദിക്കേണ്ടി വന്നത്. ഇതിനെന്താണ് ഒരു മാർഗം? അപ്പൊ അവിടെയാണ് നാരദ മഹർഷി എന്താണ് ഭയത്തിന്റെ കാരണം എന്നതിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നത്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് പറയാണ്, ലോകത്തിൽ ഇന്നും നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സൈക്കോളജി, ഈവൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സൈക്യാട്രി, ഇതൊക്കെ ഇന്ന് വെസ്റ്റേൺ ആളുകൾ കണ്ടെത്തിയ കുറെ നിഗമനങ്ങളെ ബേസിസിട്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡിനൊക്കെ നിങ്ങൾ കേട്ട് കാണും. അവരുടെയൊക്കെ ചില കണ്ടെത്തലുകളാണ്. അതിനും അപ്പുറത്തേക്ക് കടന്ന ദിശനാശാലികൾ, അപ്പുറത്തേക്ക് കടന്ന ഉൾക്കണ്ണു തുറന്നവർ, ഉൾക്കാഴ്ചയുള്ളവർ ഭാരതത്തിലെ ഋഷിവര്യന്മാരായ. നിങ്ങൾക്ക് ഭാഗവതം നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, ഭയത്തിന് എന്താണ് കാരണം എന്നത് ഏകാദശ സ്കന്ധം തുടങ്ങുമ്പോൾ തന്നെ ഭയം ദ്വിതീയാഭിനിവേശതസ്യ ഈശാദവേദസ്യ വിപര്യോ സ്മൃതി തുടങ്ങിയ വരികളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഭയത്തിന് കാരണം ദ്വിതീയാത് ഭയം ഭവതി. ഞാനത് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ തലയിൽ ഇത് കയറ്റിയിട്ട് ഞാൻ പോകുള്ളൂ. ഭയം ദ്വിതീയാത് ഭവതി, ദ്വിതീയാത് ഭയം ഭവതി. എല്ലാവരും പറയും ദ്വിതീയാത്. ദ്വിതീയ എന്ന് പറഞ്ഞാൽ സംസ്കൃതമാണ്. ദ്വിതീയ എന്ന് പറഞ്ഞാൽ രണ്ടു കൊണ്ട് ഭയം ഭവതി, ഭയം സംഭവിക്കുന്നു. ഇതാണ് എഴുത്തച്ഛൻ മനോഹരമായി എഴുതി വെച്ചത്. ഒന്നായ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിന്തപകമെന്താവതല്ല മമ പണ്ടേ കണക്ക വരുമന്നിൻ കൃപാവലികൾ ഉണ്ടാകെങ്കനിക നാരായണായ നമ. നമ്മളിതിങ്ങനെ ചൊല്ലി എന്തു ഉണ്ടായി, നമുക്കാകെ ഉണ്ടാക്കാനേ അറിയുള്ളൂ. അത് വേറെ കാര്യം. ഒന്നായ രണ്ടായി എന്ന് നമുക്ക് വല്ല അർത്ഥറിയിട്ടാണല്ലോ പറയുന്നത്. എന്താ ഒന്നായത്, എന്താ രണ്ടായത് എന്നുള്ളത് പറയുന്നു മാത്രം. നാരായണീയത്തിൽ മനോഹരമായി എഴുതി വെച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞ ഭട്ടതിരിപ്പാട് മനോഹരമായി എഴുതി വെച്ചു. ഇത് വാസ്തവത്തിൽ ഉപനിഷത്തിൽ നിന്ന് എടുത്തതാണ്. ദ്വിതീയാത് ഭയം ഭവതി. ഒന്നുകൂടി പറയും, ദ്വിതീയാത് ഭയം ഭവതി. രണ്ടു കൊണ്ട് ഭയം ഉണ്ടാക്കണം. ഈ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യം. രണ്ടു കൊണ്ട് ഭയം ഉണ്ടാകും. ഇവിടെ എന്താണ് ഈ രണ്ട്? ഇവിടെ എന്താണ് ഒന്ന്? ഈ ജീവിതത്തെ നമ്മൾ അനുഭവിക്കുന്നത്, അറിയുന്നത്, ഫീൽ ചെയ്യുന്നത് മനസ്സുകൊണ്ടാണല്ലോ. ആണല്ലോ? ആണോ? നമ്മളൊക്കെ മനസ്സുകൊണ്ടാണ് ജീവിതത്തെ ഫീൽ ചെയ്യുക. അപ്പൊ സുഖം, ദുഃഖം, വിഷമം, വേദന, ഭയം എല്ലാം എവിടെയാ വരുന്നത്? എന്റെ മനസ്സിൽ ഭയം വരുന്നു, എന്റെ മനസ്സിൽ സന്തോഷം വരുന്നു, എന്റെ മനസ്സിനാകെ അസ്വസ്ഥത വരുന്നു, എനിക്ക് ടെൻഷൻ വരുന്നു, സ്ട്രെസ് വരുന്നു എന്നൊക്കെ മനസ്സിലാക്കി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ആണോ? അല്ലയോ? രാത്രി ഉറക്കത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഭയങ്കര ടെൻഷനാണ്? ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. രാത്രി ഉറക്കത്തിൽ ആർക്കെങ്കിലും ഭയമുണ്ടോ? ഒന്നും മിണ്ടാത്തത്. എവിടെയാണ് എനിക്കറിയില്ല, കോട്ടയത്താണോ എവിടെയാണോ ഒരു മനുഷ്യൻ, അദ്ദേഹം അധ്യാപകനാണ്. ഇദ്ദേഹം വീട്ടിന്റെ പുറത്തു പോകുമ്പോൾ, ഒറ്റയ്ക്കാണ് താമസം, വീട്ടിന്റെ പുറത്തു പോകുമ്പോൾ ഇദ്ദേഹം സകല വാതിലുകളും ജനവാതിലും തുറന്നിട്ടിട്ട് പോകും. വീടിന്റെ അകത്ത് കയറിയാൽ വാതിലും ജനവാതിലും കുട്ടി അടയ്ക്കും. അപ്പൊ പൊതുവെ ഇങ്ങനെ നമ്മളൊക്കെ വീട്ടിൽ കയറി എന്താ ചെയ്യുക? ജനവാതിലൊക്കെ നിങ്ങളൊക്കെ എന്താ ചെയ്യുക? വീട്ടിലെ തുറന്നിട്ടു. വീട്ടിന്റെ പുറത്തു പോകുമ്പോഴാണ് നമ്മള് വാതിലും ജനവാതിലൊക്കെ അടയ്ക്കുക. ആണോ? ഇതേ നേരെ വരികയാണ്. വീടിന്റെ പുറത്തു പോകുമ്പോഴാണ് വാതിലും ജനവാതിലും തുറന്നത്. ഇങ്ങനെ ഒരാൾ ചെയ്താൽ എന്താ നമ്മൾ മനസ്സിലാക്കുക? ചെമ്പരത്തി പൂ വയ്ക്കേണ്ട കേസല്ലേ? ആണോ? അല്ലേ? നോർമലാണോ?
അപ്പൊ ആരും ചോദിച്ചു, എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നോക്കൂ, ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. നിങ്ങളുടെ വീട്ടിൽ വില പിടിച്ച സാധനം കലമാറയിൽ കഴിക്കുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ടാണ് നിങ്ങൾ എവിടെ പോകുമ്പോഴും ആളുകളൊക്കെ കൊപ്പി അടച്ചിട്ട് പോകുന്നത്. എന്റെ വീട്ടിലെ ഏറ്റവും വില പിടിച്ച സാധനം ഞാനാണ്. അതുകൊണ്ട് വീടിന്റെ അകത്ത് കയറിയാൽ ഏറ്റവും വില പിടിച്ച സാധനത്തിനെ സൂക്ഷിക്കണ്ടേ, വാതിൽ ജനവാദം അടയ്ക്കണ്ടേ? നമ്മുടെ വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ സാധനം നമ്മളാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും വില കുറഞ്ഞ സാധനം നമ്മൾ ബാക്കിയുള്ളത് ഏറ്റവും വില കൂടി. അതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ വാതിലടയ്ക്കുന്നത്. അത് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, അയാൾക്കല്ല വട്ട്, നമുക്കാണ് വട്ട്, നമുക്കാണ് ഇത്തിരി കുറവുള്ളത്. അല്ലെ? ശരിയല്ലേ? ഇതുപോലെ നമ്മൾ അറിയില്ല. നമ്മുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് ഈ സാധനത്തിന് പല പല അനുഭവങ്ങളും ചിന്തകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിലൂടെയൊക്കെ അങ്ങനെ കടന്നു പോകണം. അതാണ് ജീവിതം. അങ്ങനെ അതിന് പലപ്പോഴും നേരിടാൻ പറ്റാത്ത, മാനേജ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും അനുഭവങ്ങൾ അത് പിടിച്ചു കഴിഞ്ഞാൽ, അതിന് മാനേജ് ചെയ്യാൻ പറ്റാത്ത അനുഭവങ്ങളെ അത് കയറി പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നുണ്ടാകുന്ന സംഘർഷങ്ങൾ അതൊരു പക്ഷേ തന്റെ ജീവിതം പോലെ അപകടത്തിലാക്കും എന്ന് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന് തന്റെ മുന്നോട്ടുള്ള ഗതിയെ അത് പ്രശ്നമുണ്ടാക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ മനസ്സിൽ അത് അസ്വസ്ഥതകൾ, ഭയം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അപ്പൊ മനസ്സും വിഷയവും എന്ന് പറയും. മനസ്സും വിഷയവും. ഈ വിഷയം എന്ന് പറയാൻ കാരണം ഓരോരുത്തരുടെയും മനസ്സിൽ പെട്ടുന്ന വിഷയങ്ങൾ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ച് പഠിക്കുന്ന കുട്ടിയുടെ പ്രശ്നം വിഷയം എന്ന് പറയുന്നത് പരീക്ഷയായിരിക്കും. ഇനിയിപ്പോ മാർച്ച് മാസം നോക്കിക്കോളൂ നിങ്ങൾ. മാർച്ച് മാസമായാൽ എല്ലാവരും ചരട് കെട്ടലിന്റെ ലോകത്തിലാണ്. കെട്ടിക്കോളൂ, പക്ഷെ ചരട് കൊണ്ട് നിങ്ങളുടെ ഭയം കംപ്ലീറ്റ് പോകുന്നു വിചാരിക്കരുത് നിങ്ങൾ. അതൊക്കെ കെട്ടിക്കോളൂ. അതൊരു ആശ്വാസം കിട്ടുമെങ്കിൽ നല്ലതാണ്. ആണോ അല്ലയോ? പെണ്ണിനെ പൂജിച്ചു കൊണ്ടുപോകും, അതൊക്കെ ഒരു നല്ലതായിരിക്കാം. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരില്ല. കാരണം പ്രശ്നം പെണ്ണിലും അല്ല ഇരിക്കുന്നത്, പ്രശ്നം ചരടിലും അല്ല ഇരിക്കുന്നത്. പ്രശ്നം ഇരിക്കുന്നത് എവിടെയാണ്? പ്രശ്നം ഇരിക്കുന്നത് മനസ്സിലാണ്. നോക്കൂ, ഇനിയിപ്പോ നോക്കൂ, ഞാൻ അനുഭവിക്കാൻ പോകുന്ന കാര്യം, ഈ മാർച്ച് മാസമായ ഒരുവിധ സസാധുവായി അമ്മമാരും മക്കളെയും കൊണ്ട് തല കൊണ്ട് കാണിക്കും. ഈ ബാർബർ ഷോപ്പിലൊക്കെ പോകുന്ന മുടി വെട്ടാനാണ്. ഞങ്ങളുടെ മുന്നിൽ കൊണ്ട് സ്വാമി ഒന്ന് തലയിലായിരിക്കും, ഒന്ന് തലയിലായിരിക്കും, പരീക്ഷ ഇത് എൻട്രൻസിന് പോവുകയാണ്, ഇത് 10ാം ക്ലാസ് ആണ്, ഇത് ഇന്നിപ്പോ 2 തലയിൽ കൈവച്ചിട്ടാണ് വേണ്ടത്. ഇനിയിപ്പോ പരീക്ഷയാകുമ്പോ തലയിൽ കൈവയ്ക്കലാണ്. കാരണം എല്ലാവരുടെ ജീവിതത്തിലും പരീക്ഷ, കുട്ടികളെ സംബന്ധിച്ച പരീക്ഷയിൽ ഭയം തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞാൽ അടുത്തത് ജോലി, പിന്നെ അത് കഴിഞ്ഞാൽ കുടുംബജീവിതം, അത് കഴിഞ്ഞാൽ പലതും. ആണോ? ഭയത്തിന് അവസാനമില്ല. മരണം, രോഗം, പല സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലയോ? അതുകൊണ്ട് പല വിഷയങ്ങൾ മനുഷ്യ മനസ്സിൽ തട്ടുമ്പോൾ അതുണ്ടാക്കുന്ന സംഘർഷങ്ങൾ, അസ്വസ്ഥതകൾ, ചിലവർക്കത് തരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവർ തൂക്കുകയായി ശരണം പ്രാപിക്കും. അതൊക്കെ മരണത്തിലേക്ക് എത്തും. അവർക്കത് മാനേജ് ചെയ്യാനുള്ള കഴിവില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികളുടെ ജീവിതത്തിൽ, വരാൻ പോകുന്ന കുട്ടികളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന അവരുടെ പ്രശ്നങ്ങളെ അവർക്ക് നേരിടാനുള്ള ഒരു കഴിവും പ്രാപ്തിയും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? സത്യസന്ധമായി പറയണം. സത്യസന്ധമായി പറയണം. നമ്മുടെ വിദ്യാഭ്യാസത്തിൽ അതിന് വല്ലതും ഉണ്ടോ? ഉറക്കെ പറയണമെന്നില്ല. ഉണ്ടോ ഇല്ലയോ? ഇല്ല. നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വല്ലതും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പറ്റിയിട്ടുണ്ടോ? നോക്കൂ, ഇനിയൊന്നും വളരെയധികം ഗർവോടുകൂടി വിരുദ്ധ വിദ്യാഭ്യാസത്തെ കുറിച്ച് അവരെന്നെ പറയുന്നു, അക്ഷരാഭ്യാസം അറിയാത്ത മന്ത്രിയാണെന്ന്. ആരാവട്ടെ, ഐ ഡോണ്ട് കെയർ. അപ്പൊ ഈ ഘട്ടത്തിൽ ഉള്ള ആളുകൾ ഇവിടെ വരിക്കും. ഇവിടെ വലിയ ലോകത്തിൽ നമ്പർ 1 ആണ്. ഞാൻ ഒരാളെ ഡോണ്ട് ടേക്ക് ഇറ്റ് ആസ് എ പൊളിറ്റിക്കൽ ക്രിറ്റിസിസം, ബട്ട് ഐ ആം ടെല്ലിംഗ് ദ ഫാക്ട്. നമ്മുടെ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ഇന്ന് പരീക്ഷകളെ അഭിമുഖീകരിക്കാനാണ്. അത് കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കഴിവുണ്ടോ? ഇനി കാണാം നിങ്ങൾക്ക് ആത്മഹത്യകൾ, IIT പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആത്മഹത്യകൾ, MBBS പോലുള്ള സ്ഥാപനങ്ങൾ, മെഡിക്കൽ കോളേജുകൾ ആത്മഹത്യകൾ കാണുന്നില്ലേ നിങ്ങൾ? ഉണ്ടോ ഇല്ലയോ? ഇതിനെന്താ ഒരു പരിഹാരമുള്ളത്? ഇവിടെയാണ് ഭാഗവതത്തിന് ഒരു വഴി കാണിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഭാഗവതത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ടോ? പറയൂ. ഇത് ഞാനും നിങ്ങളും പ്രചരിപ്പിക്കണം. ഞാനും നിങ്ങളും പ്രചരിപ്പിക്കണം. ഈ ഭയം എന്തുകൊണ്ടുണ്ടാകും? ഹൗ ദ ഫിയർ ഈസ് ക്രിയേറ്റഡ്. ഈ ഫിയറിന്റെ കാരണം പല വിഷയങ്ങളല്ല. നമ്മൾ അതാണ് പറയാ, പരീക്ഷയാണ് പേടി, അല്ലെങ്കിൽ നമ്മൾ പറയാം കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളാണ് പേടി, അല്ലെങ്കിൽ സാമ്പത്തിക കടബാധ്യതകൾ വന്ന് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പേടി.
അല്ലെങ്കിൽ നമ്മൾ പറയും ഹെൽത്ത് ഇഷ്യൂസ് ആണ് പേടി. ഇതൊന്നുമല്ല, വിഷയങ്ങളല്ല പേടി, വിഷയങ്ങളല്ല പ്രശ്നമുണ്ടാക്കുന്നത്. പ്രശ്നമുണ്ടാക്കുന്നത് നമ്മുടെ മനസ്സിൽ തന്നെ ഏറ്റവും വലിയൊരു കഴിവാണ്, ദൈവികമായ കഴിവാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. നമുക്ക് ഏതിലേക്കും ശ്രദ്ധ തിരിക്കാനുള്ള ഒരു കഴിവുണ്ട്. ഉണ്ടോ ഇല്ലയോ? നമുക്ക് തന്നിരിക്കുന്ന ദൈവികമായ ശക്തി നമ്മൾ ഉണ്ടാക്കിയതല്ലത്. നിങ്ങൾ ഉണ്ടാക്കിയതാണോ? കൊച്ചുകുട്ടി ജനിച്ചു വരുന്ന കുട്ടി അമ്മയോട് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ ആ ശ്രദ്ധ ആ കുട്ടി ഉണ്ടാക്കിയതല്ല, അത് ജന്മസിദ്ധമാണ്, ദൈവികമാണ്. ആണോ? ഇതൊന്നും ഇടാത്തത്. നമ്മൾ ആ ശ്രദ്ധയെ വേണ്ട പോലെ മനസ്സിലാക്കിയില്ല. നമ്മളാകെ പറയുന്നത് ഈ ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലും മറ്റു കാര്യങ്ങളിലും പഠിത്തത്തോടൊക്കെയാണ്. ആണോ? നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കും. പക്ഷെ ഈ ശ്രദ്ധയിലാണ് നമ്മുടെ മുഴുവൻ ശക്തിയും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഭഗവത്ഗീതയിലെ 17th ചാപ്റ്ററിൽ നമുക്ക് കാണാം, ശ്രദ്ധ ഏതിലാണോ നമ്മൾ ശ്രദ്ധ വയ്ക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിലെ ഗതിവിഗതികൾ തീരുമാനിക്കുന്നത്. ഏതിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ തിരിക്കാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കും. എന്തിനാണ് നമുക്ക് അമ്പലം തന്നിരിക്കുന്നത്? എന്തിനാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്? നമുക്ക് മനസ്സിലായില്ല. ഹിന്ദുക്കൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മളിങ്ങനെ അമ്പലത്തിൽ പോകുന്നത് ഓൾമോസ്റ്റ് ദൈവത്തോട് പ്രാർത്ഥിച്ച് നമ്മുടെ കാര്യങ്ങൾ നടത്താനാണ്. ആണോ? നമുക്ക് വിടാത്തത്. നിങ്ങൾ പൊതുവെ അങ്ങനെയല്ലേ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത്? ഇത് പറയുമ്പോൾ നിങ്ങൾ മിണ്ടില്ല. അങ്ങനെയാണോ? അല്ലയോ? അങ്ങനെയല്ലേ ഇപ്പൊ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്? പ്രാർത്ഥിക്കൂ, നിങ്ങൾക്കെല്ലാം ദൈവം നടത്തി തരുന്ന പറയുന്നത്. സത്യത്തിൽ അതിനാണോ അമ്പലം വെച്ചത്? നിങ്ങൾ ഈ ഏകാദശ സ്കന്ധം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കുറേ കൂടി വ്യക്തത വരും. അവിടെ നമുക്ക് കാണാം എങ്ങനെയാണ് ഈ ശ്രദ്ധയെ നമ്മൾ മാറ്റിയെടുക്കേണ്ടത്. ശ്രദ്ധയെ മാറ്റിയെടുക്കാൻ നമുക്ക് ക്ഷേത്രങ്ങളിൽ വിഗ്രഹങ്ങളെ കണ്ടുകൊണ്ട് നമുക്ക് നാമജപങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഓങ്കാരവും അതുപോലെ പ്രാണായാമവും തുടങ്ങിയിട്ടുള്ള സാധന സമ്പത്തി അതൊക്കെ ചെയ്യാം. നമുക്ക് നിരന്തര പ്രാക്ടീസിലൂടെ ഓങ്കാരം എനിക്ക് തോന്നുന്ന ഒരു 5-6 തവണ ഓങ്കാരം ചൊല്ലാൻ സാധിച്ചാൽ തന്നെ, നമ്മുടെ കുട്ടികളെ പരിശീലിച്ചാൽ തന്നെ, അതിലേക്ക് ശ്രദ്ധ വരുമ്പോൾ തന്നെ കുറെയൊക്കെ ഒരു ഇന്നർ സ്ട്രെങ്ത് നമ്മുടെ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യും. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രശ്നത്തെയും ആത്യന്തികമായി പരിഹരിക്കാൻ ആർക്കും സാധ്യമല്ല. യു കനോട്ട് സോൾവ് എനി പ്രോബ്ലം. ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂ അതവിടെ കിടക്കും, അത് മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇതുപോലെ ഓരോ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ളത് ഒരു കാലത്തും അത് പരിഹരിച്ചുകൊണ്ട് ആർക്കും ഇവിടെ നിന്ന് പോകാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, ചിലർ പറയും എനിക്ക് ഒരു കടബാധ്യതയില്ല. അങ്ങനെ ഒരു മനുഷ്യനെ ഭൂമിയില്ലാവും. നിങ്ങൾക്ക് ആരോടും കടബാധ്യത ഇല്ലാതെ അവിടെ നിന്ന് മരിക്കാൻ പറ്റും. സത്യം ഞാൻ പറയാം, നുണ പറയരുത്. ഒരു കടബാധ്യതയിൽ എനിക്കില്ല സ്വാമി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ പറ്റുമോ? ഒന്നും വേണ്ടാത്തത്. നിങ്ങളൊക്കെ ബാങ്കിൽ കടമെടുത്തില്ല, ബാങ്കിൽ കടമെടുത്തില്ല. അല്ലാതെ നമുക്ക് ഒരുപാട് ആൾക്കാരോട് കടമുണ്ടാവില്ല. പലരോടും കടബാധ്യത. ഞാൻ കടപ്പെട്ടിട്ടുണ്ട്, എത്രയോ ആളുകളോട് കടപ്പെട്ടിട്ടുണ്ട്. ഇല്ലേ? എത്ര ആളുകൾ കാരണം എത്ര സ്ഥലങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കണം. നമുക്ക് കടബാധ്യതയില്ലേ? ഉണ്ടോ ഇല്ലയോ? ശങ്കരാചാര്യസ്വാമികളുടെ മാതൃപഞ്ചം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് മകനാണ് ആ കടം തീർക്കാൻ പറ്റിയ അമ്മയെ എന്ന് ചോദിച്ചുകൊണ്ടാണ് ശങ്കരാചാര്യസ്വാമികൾ മാതൃപഞ്ചകത്തിൽ എഴുതിയിരിക്കുന്ന 1ാമത്തെ ശ്ലോകത്തിൽ തന്നെ, അല്ലേ? ആരോടാണ് നമുക്ക് കടബാധ്യത തീർത്തു പോകാൻ പറ്റുമോ? അത് തീർക്കാൻ പറ്റില്ല. അത് മരിക്കുന്നത് വരെ നമ്മുടെ കൂടെ ഉണ്ടാവും. ഇല്ലേ? അമ്മയുടെ ആ മുലപ്പാലിന്റെ വില അത് ഏത് കടം എത്ര ജന്മം കൊണ്ട് തീർക്കാൻ പറ്റും? തീർക്കാൻ പറ്റുമോ? അതല്ലേ നമ്മുടെ മസ്തിഷ്കം മുഴുവൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പ്രകൃതിയോടുള്ള കടപ്പാട് നമുക്ക് തീർക്കാൻ പറ്റുമോ? എത്ര ആളുകളെ നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ആരോടുള്ള കടപ്പാട് നമുക്ക് തീർക്കാൻ പറ്റും? ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ കടബാധ്യതകൾ കിടക്കട്ടെ. ഇതേപോലെ തന്നെ നമുക്ക് മറ്റു ചില പല പ്രശ്നങ്ങൾ എല്ലാം അവിടെ പ്രശ്നങ്ങളാണ് പലരും ചർച്ച ചെയ്യുന്നത്. ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കുക, പ്രശ്നങ്ങളെ മറികടക്കാൻ പ്രാപ്തമാക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഇതിനെ മറികടന്നുകൊണ്ട് ധൈര്യത്തോടുകൂടി നല്ലത് ചെയ്തു വെച്ച് ഇവിടുന്ന് പോവുക. നല്ലത് ചെയ്തു വെച്ച് പോവാൻ സാധിക്കുക. മനസ്സിലാവുണ്ടല്ലോ. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. കുട്ടികളെ കുറിച്ച് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നതിനല്ല ഈശ്വരൻ കേൾക്കുന്നത്. നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആർക്കൊക്കെ അതിന്റെ ഗുണം കിട്ടുന്നുണ്ടോ, പ്രയോജനം കിട്ടുന്നുണ്ടോ, ആ പ്രയോജനമാണ്, ആ പ്രാർത്ഥനയാണ് നമ്മുടെ ജീവിതത്തിലെ വലിയ വിജയമായി ഉന്നതിയായി മാറുന്നത്. ഞാനത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്.
എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്, മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുക. അങ്ങനെ നന്മ ചെയ്തു. അതുകൊണ്ടല്ലേ നോക്കൂ, നിങ്ങൾ ഈ സത്രഭൂമി ഇത്രയും ഗംഭീരമായിട്ടിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ എത്ര പേർക്കാണ് അന്നദാനം കൊടുത്തിരിക്കുന്നത്? അനവധി 20,000 പേരാണ് ശബരിമല സീസണിൽ ഭക്ഷണം കഴിച്ചു പോകുന്നത്. ഈ നന്മയാണ്, ഈ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യമായ നന്മ ചെയ്യുന്നതാണ് ഇവിടെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറുന്നത്. ഇക്കാലത്ത് എന്തായാലും ഇവിടെ വലിയൊരു തീർത്ഥഭൂമിയാവും എന്നതിൽ ഒരു സംശയമില്ല. കാരണം 500 വർഷമെടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം വരാൻ. ഞാൻ അതിന്റെ ദൃക്സാക്ഷിയുടെ ആളാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ വന്നുകൊണ്ട് ആദ്യം തന്നെ പറഞ്ഞത്, ഹമാരാ രാം ലാല ആ ഗയാ, 500 വർഷ സെ ബാദ് ആ ഗയാ. അങ്ങനെ പറയുന്നത് തന്നെ നമുക്ക് ഒരു ഉൾപ്പുളവാണ്. 500 വർഷത്തിന് ശേഷം നമ്മുടെ രാംലാല തിരിച്ചു വന്നിരിക്കുകയാണ്. എത്രയോ യുദ്ധങ്ങളും എത്രയോ സമരങ്ങളും എത്രയോ പ്രശ്നങ്ങളും കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവും. അത് നിങ്ങളുടെ തലമുറകളിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തലമുറകളെ പറഞ്ഞ് പഠിപ്പിക്കണം. നന്മ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. അപ്പൊ നന്മ ചെയ്യണമെങ്കിൽ നന്മ ചിന്തിക്കണം, നന്മയിലേക്ക് ശ്രദ്ധ തിരിക്കണം. അങ്ങനെ നന്മയിലേക്ക് ശ്രദ്ധ തിരിച്ചു വിടാൻ നമുക്കൊരു പ്രേരണയും പ്രചോദനവും കിട്ടാൻ ക്ഷേത്രങ്ങളിൽ പോകണം. എന്തിനാണ് അമ്പലത്തിൽ പോകുന്നത്? കുറച്ചു നേരം മനസ്സിന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് ജപത്തിലേക്കും മന്ത്രങ്ങളിലേക്കും ശ്രദ്ധ തിരിച്ചുവിട്ട് ഒരു ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പോയി സമൂഹത്തിൽ പോയി നല്ലത് ചെയ്യാൻ സാധിക്കുമ്പോൾ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നിസ്സാരമായി മാറി പലരും സഹായിക്കാനുള്ള പലരെയും കൈ കോർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എവിടെയാണ് മനുഷ്യൻ തളരുന്നത്? ഇന്നെന്തേ കൂടുതൽ തളരുന്നത്? പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ കൂട്ടുകുടുംബങ്ങളായി തളർച്ചയുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് തളരാത്തത്? കാരണം അവിടെ ഒരു പാരസ്പര്യം ഉണ്ടായിരുന്നു, പരസ്പര ബന്ധങ്ങളുണ്ടായിരുന്നു, ഒരാൾ കൈപിടിക്കാനുണ്ടായിരുന്നു, സഹായിക്കാനുണ്ടായിരുന്നു. ഇന്ന് സഹായിക്കാനുള്ളവരുടെ എണ്ണം കുറഞ്ഞതല്ല, നമ്മൾ കുട്ടികളെ വഴിതെറ്റിച്ചു. നമ്മളെന്ത് പറഞ്ഞു? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണോ വേണ്ടത്? നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. അങ്ങനെയൊക്കെ പഠിപ്പിച്ചെങ്കിലോ ആരെങ്കിലും ഒരു വിഷമഘട്ടത്തിൽ നമ്മളെ കൈപിടിക്കാൻ എന്താ ഉണ്ടാത്ത നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞു കൊടുത്തുണ്ടോ കുട്ടികൾക്ക്? മറ്റുള്ളവരെ സഹായിക്കുന്നതാണ്, മറ്റുള്ളവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? എല്ലാവരും എന്തായാലും സൈലന്റ് മോഡിൽ ഇരിക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാണോ പറഞ്ഞു കൊടുത്തത്? അതോ മറ്റുള്ളവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന? ഏതാ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? അങ്ങനെ പഠിപ്പിച്ചു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അങ്ങള് പറഞ്ഞിട്ടാവും, ബാക്കി ഞാനൊക്കെ കണക്കാണ്. ഒരുവിധമൊക്കെ അവനവന്റെ സ്വാർത്ഥത. ദീപസംഭവ മഹാശ്ചര്യം നമുക്കും കിട്ടണമെന്നാണ് നമ്മുടെ കാര്യസിദ്ധാന്തം. ആണോ? അങ്ങനെ ശീലിച്ചു. ദയാ സർവഭൂതേഷു ആശുചിത ജനാർദ്ദനേ. ഭാഗവതം 4ാം സ്കന്ധത്തിൽ പറയുന്നു, ദയാ സർവഭൂതേഷു. നമുക്ക് അനവധി ഉദാഹരണങ്ങളാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയുന്നത് ലോകസംഗ്രഹമേവാദി. ഇതാണ് ലോകസംഗ്രഹം. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റൊരു സമൂഹത്തിന് നല്ലത് ചെയ്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭയം നമ്മുടെ അടുത്തുകൂടെ പോവില്ല. ഈ ഭയം വരുന്നത് എവിടെയാണ്? അവനവന്റെ സ്വാർത്ഥതയിൽ ജീവിക്കുമ്പോഴാണ്. മനസ്സിലായില്ലേ? മഹാന്മാർക്കൊക്കെ പല രോഗങ്ങളുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ അടുത്ത കാലത്ത് സ്റ്റേജിൽ വെച്ച് ശരീരം ഉപേക്ഷിച്ച അബ്ദുൽ കലാം സാർ ഒരുപാട് രോഗമുള്ള ആളായിരുന്നു. ഹാർട്ടിനൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ പകവെച്ചില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എന്റെ കർമ്മം ചെയ്തുകൊണ്ട് ശരീരം ഉപേക്ഷിച്ചു. സ്വാമി ക്ഷമയാനന്ദൻ നിങ്ങൾ കേട്ടിട്ടാണ്. അദ്ദേഹം അനവധി ശരീര രോഗങ്ങൾ 3 പ്രാവശ്യം ബൈപ്പാസ് കഴിഞ്ഞാണ്. 3 പ്രാവശ്യം. പക്ഷെ പറഞ്ഞു, ഞാൻ ഒരിക്കലും രോഗിയായിട്ടിരിക്കില്ല. സ്റ്റേജിൽ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കൊലാപ്സ്. ഞാൻ എന്റെ കൃഷ്ണൻ പറഞ്ഞ ഈ സന്ദേശമുണ്ടല്ലോ, ലോകസംഗ്രഹമേവാദി എന്ന് പറയും. എന്താ ലോകസംഗ്രഹമേവാദി? ലോകത്തുനിന്ന് സംഗ്രഹിക്കുന്നതല്ല, ലോകത്തിന് വേണ്ടി നമ്മൾ നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും കായേന വാച മനസ്സ നല്ലത് ചിന്തിച്ചും നല്ലത് പറഞ്ഞുകൊണ്ടും നമ്മൾ അങ്ങനെ പ്രവർത്തിക്കുക. നമ്മുടെ കുട്ടികളെ പ്രാപ്തമാക്കണം. നല്ലത് ചിന്തിക്കാനും നല്ലത് പറയാനും നല്ലത് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടും അങ്ങനെ പോവാൻ സാധിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചാൽ ഭയം എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധ
പോവില്ല. ശ്രദ്ധ ഭയത്തിലേക്ക് പോകുന്നതിന് കാരണം നല്ല കാര്യത്തിലേക്ക് ശ്രദ്ധ പോവാതിരിക്കുന്നത് കൊണ്ട് ആണോ? ഇവിടെയാണ് 2-3 കാര്യങ്ങൾ ഭാഗവതത്തിൽ വളരെ വിസ്തരിച്ച് പറയുന്നത്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, നമ്മുടെ സമയം കുറവുണ്ട്. ഒന്നാമത്തെ കാര്യം പറയുന്നത്, പലരുടെയും മനസ്സിന്ന് മുഴുവൻ മായ കൊണ്ട് മൂടിയിരിക്കുകയാണ്, മായയിൽ മുഴുകിയിരിക്കുകയാണ്. എന്താണ് ഈ മായ എന്ന് പറയുന്നത്? അതായത് ലോകം ചിന്തിക്കുന്ന രീതിയിൽ നമ്മളും ചിന്തിക്കണം. നമുക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിലൊക്കെ നോക്കൂ, നിങ്ങൾക്ക് കാണാൻ സാധിക്കും എത്രയോ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പോലും അങ്ങോട്ട് ബ്ലൈൻഡ്ലി ചില രാഷ്ട്രീയത്തിൽ അങ്ങോട്ട് അമർന്ന് വിശ്വസിക്കുകയാണ്. എന്നാൽ ഞാൻ ഈ ലോകത്തിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ഒരു രാഷ്ട്രീയം കൊണ്ട് ലോകം നേടിയിട്ടില്ല. അവനവന്റെ പ്രയത്നം കൊണ്ട് മാത്രമേ നിങ്ങൾ രക്ഷപ്പെടുള്ളൂ. രാഷ്ട്രീയം കൊണ്ട് ഈ ലോകം നന്നാക്കിയിട്ടുണ്ടെന്ന് ഏതെങ്കിലും രാജ്യം തെളിയിക്കട്ടെ. നിങ്ങൾ നോക്കൂ, ഇവിടുന്ന് ആളുകൾ ദുബായിൽ പോകും. ദുബായിൽ പോകുന്നത് രാഷ്ട്രീയം കൊണ്ട് നേടിയെത്തിയതല്ല. അവിടുത്തെ രാജഭരണമാണ്. അവരുടെ എഫേർട്ട് എടുത്തുകൊണ്ട് പല രാജ്യങ്ങളിലെയും ആളുകളെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തത്, അങ്ങനെയൊക്കെ രാജ്യം ഡെവലപ്പ് ചെയ്തത് ആണോ? സിംഗപ്പൂർ ആ രാജ്യം എടുത്തു. ഇനിയിപ്പോ ചൈന എന്ന് പറയുന്ന രാജ്യമാണെങ്കിൽ പോലും അവര് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ അവരുടെ ഡെവലപ്മെന്റ് നമുക്ക് സമ്മതിക്കാം. പക്ഷെ അത് മുഴുവൻ രാഷ്ട്രീയം കൊണ്ടാണെന്ന് പറഞ്ഞാൽ തെറ്റാണ്. കാരണം അവര് ഈ പറയുന്ന കമ്മ്യൂണിസത്തിലൊന്നല്ല അവർ വിശ്വസിക്കുന്നത്. അവര് ഭൗതികതയുടെ ലോകത്തിലാണ്. കാരണം മുഴുവൻ മെറ്റീരിയലിസ്റ്റിക് വേൾഡാണ്. നിങ്ങൾ ചൈനയിൽ പോയിട്ടുണ്ടെങ്കിലേ അറിയുള്ളൂ. ഞാൻ അനവധി തവണ യാത്ര ചെയ്ത ആളായതുകൊണ്ട് പറയണം, അമേരിക്കയും ചൈനയിലെ ബീജിങ്ങും ഷാങ്കായും വലിയ വ്യത്യാസമില്ല. ഇറ്റ്സ് ഓൾമോസ്റ്റ് അങ്ങേയറ്റത്തെ ഒരു മെറ്റീരിയലിസ്റ്റിക് കൺട്രിയാണത്. വളരെ ഒരു റിച്ച് സമ്പന്നമായിട്ടുള്ള ഒരു രാജ്യം. ജീവിക്കാൻ നല്ല പണം വേണം. നിങ്ങൾ വിചാരിക്കേണ്ട കമ്മ്യൂണിസ്റ്റ് രാജ്യത്തോട് എല്ലാം ഫ്രീ കിട്ടുന്ന അങ്ങനെയൊന്നും അവിടെ തേനും പാകം കൊടുക്കുന്നില്ല. അമേരിക്കയില് എത്രമാത്രം ന്യൂയോർക്കിൽ നമുക്ക് താമസിക്കാൻ റെന്റ് കൊടുക്കണം, അത്രയും കൊടുക്കണം ബീജിങ്ങിൽ ഷാങ്കായി. മനസ്സിലാവുണ്ടല്ലോ നിങ്ങൾക്ക്? സമ്പന്ന രാജ്യം തന്നെയാണ്. അവർ അധ്വാനിച്ചിട്ട് തന്നെയാണ് ആ പണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഏത് രാജ്യവും രാഷ്ട്രീയം കൊണ്ടല്ല, അധ്വാനം കൊണ്ടാണ് നേടിയിരിക്കുന്നത്. മനസ്സിലാവുണ്ടല്ലോ? എന്നാൽ ഈ കേരളത്തിൽ ഒരു പണിയൊരുക്കണ്ട, മനുഷ്യൻ നന്നാവുമെന്ന് വിശ്വസിക്കുന്ന കുറെ വിഡ്ഢികൾ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഒരു പണി എടുക്കണ്ട. ഇനി എടുക്കാൻ പോകുന്നവരോട് പറയാ, നീ ഒരുക്കണ്ട നന്നാവുമെന്ന്. എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാടിൽ എന്താ പറ്റിയതെന്നുള്ളത്. നിങ്ങൾ നോക്കൂ, തൊഴിലുറപ്പെന്ന് ഞാൻ ആരും കളിയാക്കല്ല. തൊഴിലുറപ്പ് എന്നുള്ള പാവങ്ങളോട് പറയാം, നിങ്ങൾ തൊഴിൽ ഉറപ്പ് ചെയ്താൽ മതി, നിങ്ങൾ ഒരിക്കലും ഉറപ്പ് വരുത്തരുത്, അത് മാത്രമേ ഉറപ്പ് വരുത്തുള്ളൂ. എന്നാൽ ഏതൊരു കഷ്ടമാണ് നോക്കൂ നിങ്ങൾ. നമ്മുടെ കേരളത്തിന്റെ ഒരു തെറ്റായ ഒരു ബോധം നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് കൊണ്ടുവന്ന് പഠിക്കണ്ട. അങ്ങനെ അലസമായി ജീവിക്കുക, തോന്നിയതുപോലെ ജീവിക്കുക, കള്ളു കുടിച്ച് ജീവിക്കുക. കേരളത്തിന്റെ ഒരു അവസ്ഥ നോക്കൂ നിങ്ങൾ. ഭാഗവതത്തിൽ പറയും, ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ കലിയുടെ പ്രഭാവം വരുന്നത് കള്ളും ചൂതുകളിലുള്ള സ്ഥലത്താക്കി. ഇവിടെ അതാണ് ഉള്ളത്. ഈ സാധനത്തിൽ അങ്ങനെ രമിച്ച് ജീവിക്കുന്ന യുവത്വം ആണോ? എന്തോന്നും മിണ്ടാത്തത് നിങ്ങൾ. എന്താ നമ്മുടെ കേരളം? ഇത് നമ്മുടെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്ന് മാറ്റണം. അവർക്ക് വ്യത്യസ്തമായ ഒരു ചിന്താബോധം വേണം. അത് അവർക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ഭാഗവതം പോലുള്ള പ്രചരിപ്പിക്കണം, ആചരിക്കുകയും വേണം. അതിനാണ് നമ്മൾ ഇത്തരം സത്രങ്ങളിൽ വരുന്നത്. പ്രചരിക്കണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. നിങ്ങളുടെ ജീവിതം, നമ്മുടെ കുട്ടിക്കാലത്ത് അച്ഛനമ്മമാര് പറയും, നീ തന്നെ വിചാരിച്ചാലേ നന്നാക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾക്ക് നന്നാക്കാൻ പറ്റില്ല. പറയുന്നില്ലേ? നിങ്ങളോടാരും പറഞ്ഞിട്ടില്ല? എന്റെ അച്ഛൻ അനവധി തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ വിചാരിച്ചാൽ മാത്രമേ നിന്നെ. ഇതന്നെയാ ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്, ഉദ്ധരേത് ആത്മനാത്മാനം. ഇത് തന്നെയാണ് ഉദ്ധവരോടും പറയുന്നത്, ആത്മൈവ ആത്മനോ ആത്മൈവ ഗുരു പ്രത്യക്ഷാനാദ്യം ശ്രേയോസോ അനുവിദ്ധത്. ഇത് തന്നെയാണ് നാരദൻ വസുദേവരോടും പറയുന്നത്. വസുദേവരെ, അങ്ങയുടെ ഭയം മാറ്റാൻ അങ്ങയ്ക്ക് മാത്രമേ അവർക്ക് പറയൂ സാധിക്കുകയുള്ളൂ. അത് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങളുടെ ഭയം മാറ്റാൻ നിങ്ങൾ കേവലം ചരട് കിട്ടിയതുകൊണ്ടോ അമ്മ എവിടേക്കോ ഓടി നടന്നുകൊണ്ടോ അച്ഛൻ ഓടി നടന്നുകൊണ്ടോ മാനം പറ്റില്ല. അതിനാൽ കുട്ടികളെ പരിശീലിക്കണം, മനസ്സിനെ പരിശീലിക്കണം. എന്തുകൊണ്ട് ഭയം വന്നു? ദ്വിതീയം കൊണ്ട്. എന്താണ് ദ്വിതീയം? ഏതോ അലട്ടുന്ന പ്രശ്നത്തെ വീണ്ടും വീണ്ടും അയവറക്കി ചർവിത ചർവണം എന്ന് പറയും. എന്താ പറയാ? എന്താ ചർവിത ചർവണം? ആ പ്രശ്നം തന്നെ കണ്ട് 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 അവസാനം ഉണ്ടല്ലോ മനസ്സ് അത് തന്നെയായിത്തീരും. എന്തിലേക്ക് ശ്രദ്ധ കൊടുത്തോ അത് തന്നെയായിരിക്കും. ഈ ഭാഗവതത്തിൽ 24 ഗുരുക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ വേട്ടാളൻ എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ കഥ പറയും. ഈ വേട്ടാളന്റെ കഥ പറയുമ്പോൾ, വേട്ടാളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ഈ ജനവാദിന്റെ ഭാഗത്തൊക്കെ കാണുന്ന ഒരു മണ്ണിന്റെ കൂടുതൽ ജീവിക്കുന്ന ജീവിയുടെ പേരാണ്. അതിനുള്ളിലല്ല, അതിന് പുറത്തിരിക്കുന്ന ജീവിയുടെ പേരാണ് ഏത്? വേട്ടാളൻ. ഈ വേട്ടാളന് പാവം കുഞ്ഞുങ്ങളുണ്ടാകുന്നത്, അതിന് കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള യോഗമില്ലാത്തൊരു ജീവിയാണ് ഏത്? ഈ വേട്ടാളൻ.
അത് എവിടുന്നെങ്കിലും ഒരു പുഴുവിനൊക്കെ സംഘടിപ്പിക്കും. ആരെങ്കിലും ആദ്യത്തെ കുട്ടികളെ മോഷണം ചെയ്യുന്ന ആൾ വേട്ടാളനാണ്. ചൈൽഡ് മോഷണം ചെയ്യുന്ന ആളാണ് ആര്? വേട്ടാളൻ. എന്നിട്ട് ഇതിനെ കൊണ്ടുവന്ന മണ്ണിന്റെ കൂട്ടിലിട്ട് അതിന്റെ ആ മുഖത്ത് ചെറിയൊരു ദ്വാരം വെക്കും. ഈ ഉള്ളിൽ കിടക്കുന്ന പുഴു എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോകണം, മമ്മിയുടെ അടുത്ത് പോകണം, അച്ഛൻ്റെ അടുത്ത് പോകണം, മമ്മി അതിന് പോകണം, അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്. ഈ പാവത്തിന് പുറത്ത് പോകണം. ഈ വേട്ടാളൻ അതിന് പുറത്തുനിന്ന് ഒരു കുത്തുകുത്തും. ഈ കുത്തുകുത്തുമ്പോൾ ഇത് വേദനിക്കും. ഇത് ഈ പുറത്തുള്ള വേട്ടാളനെ കണ്ട് 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 അവസാനം ഒരു ദിവസം കൂട് പൊളിച്ച് പുറത്തു വരുന്നത് വേട്ടാളനാണ്. നമ്മൾ വേട്ടാളനല്ല, നമ്മൾ ചിലപ്പോൾ അതിനും മോശം ചാട്ടാളന്മാരായിട്ടാണ് പലരും വരുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ മോശമാവാത്ത ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ ഈ സമൂഹം, നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധയെ നമുക്ക് മാറ്റിയെടുക്കണം. നമ്മൾ അമ്പലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ പറയുന്നത്, ഈ രൂപത്തെ നിങ്ങൾ കാണും, ജപിക്കൂ, മനസ്സ് ജപിക്കൂ, നാമം ജപിക്കൂ. നമ്മളൊരു അമ്പലങ്ങളിലൊക്കെ പോയി നമുക്കൊരു പുതിയ കൾച്ചർ രൂപപ്പെടുത്തണം. ഇനി തൊഴുതു പോവുക എന്നൊരു സംസ്കാരം മാറ്റി ജപിക്കുക എന്നൊരു സംസ്കാരം നമുക്ക് വരുത്തണം. അമ്പലങ്ങളിൽ പോയാൽ കുട്ടികളുടെ കയ്യിലൊരു ജപമാല അമ്മമാർക്ക് കൊടുക്കുക. ഒരു 108 തവണയെങ്കിലും ജപിക്കുക. എന്തിനാണ് ജപിക്കാൻ പറയുന്നത്? ശ്രദ്ധ ജപത്തിലേക്ക് തിരിയും തോറും മനസ്സിൽ രൂപപ്പെടുന്ന ഒരു ആത്മീയ ശക്തിയുണ്ട്, ആത്മീയ ബലമുണ്ട്. ഈ ആത്മീയ ബലം കൊണ്ട് വേണം നാളെ മനസ്സിലേക്ക് കടന്നു വരുന്ന വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഭയത്തെ നമുക്ക് ബൈപ്പാസ് ചെയ്യാം. ഒന്നിനെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ അതിനുള്ളൊരു ഇന്നർ സ്ട്രെങ്ത്, ഇന്നർ ഒരു ബലം മനസ്സിലുണ്ടാവണമെങ്കിൽ മനസ്സിലത് ഉണ്ടാക്കണ്ടേ, നമ്മൾ പരിശീലിക്കണ്ടേ, വേണോ വേണ്ടേ? അപ്പൊ മനസ്സിന് ആ ഒരു ബലമില്ലെങ്കിൽ എങ്ങനെ അവർക്ക് പ്രതിസന്ധികൾ നേരിടാൻ പറ്റും? അപ്പൊ ഈ ജപത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഇത്തരം ബലം നമ്മൾ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ നിങ്ങൾ ഭാഗവതം പ്രാക്ടീസ് ചെയ്തു. അതാണ് ഭാഗവതത്തിന്റെ അപ്ലിക്കേഷൻ. നമ്മൾ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുത്ത് അവരെ പരിശീലിപ്പിച്ചെടുക്കുമ്പോൾ നാളത്തെ തലമുറ അവർക്ക് മനസ്സിലായി പ്രശ്നങ്ങൾ എന്തും മുന്നിലുണ്ടായിക്കോട്ടെ, പ്രശ്നങ്ങൾ എന്തും മുന്നിലുണ്ടായിക്കോട്ടെ. ഭഗവാൻ കൃഷ്ണൻ അവതരിക്കുമ്പോൾ ആ അവതാര സമയത്ത് ഗർഭസ്ഥനായ ഭഗവാനെ ബ്രഹ്മാവ് വന്ന് സ്തുതിക്കുന്ന ഒരു സ്തുതിയുണ്ട്, വളരെ മനോഹരാണ്. പറയുന്നത്, അതായത് സാധന ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ മുന്നിലുള്ള ജീവിത പ്രതിസന്ധികളൊക്കെ പശുക്കുട്ടിയുടെ ഗോവത്സ പദം, ഗോവത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി, അതിന്റെ കുളമ്പ് നനഞ്ഞ മണ്ണിൽ ചവിട്ടുമ്പോൾ ചെറിയൊരു കുഴി രൂപപ്പെട്ടാൽ ആ കുഴിയിൽ നിൽക്കുന്ന വെള്ളത്തെ നമുക്ക് മറികടക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഉണ്ടോ? ഇതുപോലെ ആയിരിക്കും ഉപാസന ചെയ്യുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് അവർ നേരിടുന്ന ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ. നമുക്കിതൊന്ന് വളരെ ആവശ്യമാണ്. കാരണം ഇന്ന് നമ്മുടെ കേരളത്തിൽ ആത്മഹത്യകളും കൊലപാതകങ്ങളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പോംവഴി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മീയത അല്ലാതെ ഇതിന് വേറൊരു പരിഹാരം ഇല്ല. ഇത് ഞാൻ സത്യസന്ധമായി പറയുകയാണ്. നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രവർത്തിക്കണം. കൃഷ്ണൻ പറഞ്ഞ മറന്നു ഉറക്കെ പറയണം, പുറകിലുള്ളവരൊന്ന് പറയണം, ലോക സംഗ്രഹം ആചരിക്കുകയും ആചരിപ്പിക്കുകയും, അല്ലെങ്കിൽ ആചരിക്കുകയും പ്രചരിപ്പിക്കുകയും. വെറുതെ നമ്മൾ പ്രചരിപ്പിച്ചാൽ പോരാ, ആചരിപ്പിക്കാനായി പ്രചരിപ്പിക്കണം. അങ്ങനെ ഒരാളെ നമുക്ക് സഹായിക്കാൻ സാധിച്ചാൽ ആ സഹായം മതി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന അനുഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവർക്ക് നമ്മൾ നൽകുന്ന ഇത്തരം സഹായങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായി മാറേണ്ടത്. അങ്ങനെ ഒരു പരിവർത്തനം വേണോ വേണ്ടയോ? ഇതാണ് വസുദേവന്റെ മനസ്സിൽ പ്രിപ്പയർ ചെയ്യിക്കണം. വസുദേവനോട് പറയുകയാണ്, ശരിയാണ്, അങ്ങയുടെ മുന്നിൽ ഭയമുണ്ട്, അങ്ങയുടെ മുന്നിൽ വലിയ ഒരു പ്രതിസന്ധിയുണ്ട്, പ്രയാസമുണ്ട്. ഈ പ്രയാസത്തിന്റെ ഉള്ളിലാണ് അങ്ങ് നിൽക്കുന്നതെങ്കിലും ആ പ്രയാസത്തെ മാറ്റാൻ അങ്ങേക്ക് സാധ്യമല്ല. കാരണം അത് കാലം കൊണ്ട് വന്നുകൂടി ഇനി അതിനെ മാറ്റിയെടുക്കാൻ ഒരാൾക്കും സാധ്യമല്ല.
സമൂഹത്തെ പഴിച്ച് സമൂഹത്തെ കുറ്റം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. കാരണം സമൂഹം അങ്ങനെയാണ്. സമൂഹം പലരും അങ്ങനെ ആക്കി തീർന്നു. അപ്പൊ നമുക്ക് നമ്മുടെ മദ്യത്തിൽ അടിമപ്പെട്ടിരിക്കുന്ന കേരളം, അല്ലെങ്കിൽ ലഹരിയിൽ അടിമപ്പെട്ടിരിക്കുന്ന കേരളം, ലഹരിയിൽ ഒരു വിമുക്ത കേരളം ഒക്കെ എഴുതി ബോർഡ് വെച്ചിട്ടൊന്നും കാര്യമില്ല. കാരണം ആ ബോർഡ് വെച്ചവരാണ് നേരം വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ തരത്തിലുള്ള കേരളം, ഇങ്ങനെയുള്ള കേരളത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് ഈ കേരളം നന്നാവുമെന്ന് പ്രതീക്ഷിക്കല്ല വേണ്ടത്. കേരളം നന്നാവുക എന്ന് പറഞ്ഞാൽ, നാട് നന്നാവുക എന്ന് പറഞ്ഞാൽ, നമ്മൾ നന്നായാൽ, നമ്മുടെ ചിന്താഗതികൾ നന്നായാൽ, മറ്റൊരാളുടെ ചിന്താഗതികളെ നന്നാക്കിയെടുക്കാൻ അതിന് നമ്മൾ പ്രേരണമായാൽ അത്രയെങ്കിലും നമ്മൾ നന്നാക്കിയില്ലേ? ഉണ്ടോ ഇല്ലയോ? ഭഗവാൻ കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് കൃഷ്ണൻ മഹാഭാരത യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ കൃഷ്ണന്റെ പക്ഷത്ത് വെറും 7 അക്ഷൗഹിണികൾ, കൃഷ്ണനെ എതിർത്തവർ 11 അക്ഷൗഹിണികൾ. അന്ന് കൃഷ്ണൻ ജീവിച്ചിരുന്ന കാലത്ത് പോലും കൃഷ്ണനെ എതിർത്തവരായിരുന്നു കൃഷ്ണനെ അനുകൂലിച്ചവരെക്കാൾ കൂടുതൽ. പക്ഷെ ആ കൃഷ്ണനെ അനുകൂലിച്ചവർക്ക് ആ കൃഷ്ണന്റെ ആ ഒരു യുക്തത ജീവിതത്തിൽ കിട്ടിയത് കൊണ്ട് അറിയാതെയെങ്കിലും പ്രതിപക്ഷത്തിന് പറയേണ്ടി വന്നു. നിങ്ങൾക്ക് ഗീതയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1-ാമത്തെ അധ്യായത്തില് ഗുരുവിനോട് സംവദിക്കുന്ന ദുര്യോധനൻ അറിയാതെ പറയുന്ന ഒരു ശ്ലോകമുണ്ട്. പറയാണ്, അപര്യാപ്തം തതസ്മാകം ഫലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം തിരമേഷാം ഫലം ഭീമാഭിരക്ഷിതം. 1-ാമത്തെ അധ്യായം ഗീതയിലേക്ക് കാണാം. അപര്യാപ്തം, കുറെ നിങ്ങൾക്ക് മനസ്സിലാവും സംസ്കൃതം. അപര്യാപ്തം എന്ന് പറഞ്ഞാൽ പര്യാപ്തമല്ല. ഭീഷ്മാഭിരക്ഷിതം, ഭീഷ്മൻ എന്ന് വെച്ചാൽ കൗരവ പക്ഷത്തെ നയിക്കുന്ന, ഭീഷ്മരാൻ നയിക്കുന്ന സൈന്യം 11 അക്ഷൗഹിണി ഉണ്ടെങ്കിലും പര്യാപ്തമല്ല. എന്നാൽ ഭീമാഭിരക്ഷിതം, കൃഷ്ണപക്ഷത്തുള്ള ഭീമനാൽ രക്ഷിക്കുന്ന, ഭീമനാൽ നയിക്കപ്പെടുന്ന സൈന്യം 7 അക്ഷൗഹിണി ഉള്ളൂ എങ്കിലും പര്യാപ്തമാണ്. ഇത് പറഞ്ഞതാരും ദുര്യോധനാണ് പറയുന്നത്, ഗുരുവിനോട് പറയുന്ന ശ്ലോകമാണ്. അപ്പൊ ദുര്യോധനന്റെ ഉള്ളിൽ പോലും കുറ്റബോധമുണ്ട്. ഇതാണ് നമുക്ക് സമൂഹത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത്. ആര് സാധന ചെയ്യുന്നുണ്ടോ അവര് പര്യാപ്തമാണ്. അവരുടെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അവര് പര്യാപ്തരാണ്, കഴിവുള്ളവരാണ്. നാളെ ലോകം നോക്കിയിട്ട് പറയും, എനിക്ക് അവരെ പോലെ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധിക്കുന്നില്ലല്ലോ. ഞാനിത് നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഒരു വലിയ തപോഭൂമിയാണ് ഭാരതം. ഈ തപോഭൂമിയിൽ ഇത് നമുക്കൊന്ന് കണക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിച്ചാൽ ജീവിത സൗഭാഗ്യമാണ്. ഇതിൽ പല ഒരു സൗഭാഗ്യമില്ല. നമ്മൾ അറിയാതെ നമ്മളങ്ങനെ കൊണ്ടുപോവുകയാണ് ഈ ജീവിതം. ഞാനിപ്പോ അടുത്ത കാലത്ത് അയോധ്യയില് പ്രതിഷ്ഠാ സമയത്ത് പോയപ്പോൾ ഞാൻ സത്യത്തിൽ പോകണമെന്ന് പ്രതീക്ഷിച്ച ആളല്ല. കാരണം എനിക്ക് ബോംബെയിൽ സപ്താഹം അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ പോകുന്നത്. ഏതായാലും പോവാൻ അവസാന നിമിഷം എല്ലാവരും പറഞ്ഞു പോകണം സ്വാമി. അപ്പൊ കമ്മിറ്റിയിലൊക്കെ പറഞ്ഞു സ്വാമി പോയിക്കോളൂ. ഉടനടി ഞാൻ പോകാൻ തീരുമാനിച്ചു. എനിക്ക് അവിടെ പോകാനുള്ള അറേഞ്ച്മെന്റ് എങ്ങനെയൊന്നും എനിക്ക് അറിയില്ല. ഇപ്പൊ രാവിലെ അന്ന് പ്രതിഷ്ഠാ ദിനത്തിന്റെ 22-ാം തീയതിയാണ് ഞാൻ ലക്നൌന്ന് പോകുന്നത്, ഏർലി മോർണിംഗ്. അപ്പൊ എന്നോട് ഓർഗനൈസ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, സ്വാമിജി ചിന്താമത്തൂർ ഗാഡിയായാണ്. ഞാൻ അവിടെ താമസിക്കുന്നത് പോലീസ് ക്വാർട്ടേഴ്സിലാണ്, അവരുടെ ഒരു സംവിധാനത്തിലാണ് നിൽക്കുന്നത്. ഇപ്പൊ രാവിലെ 5 മണിയാകുമ്പോഴേക്കും എൻ്റെ മുന്നിൽ ഒരു വണ്ടി. അപ്പൊ അതിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ജെന്റിൽമാൻ, അദ്ദേഹം വളരെ സുന്ദരമായി ഇംഗ്ലീഷൊക്കെ പറഞ്ഞു. അവരൊരു ഡ്രൈവർമാർ മോശമല്ലോ, UP ഡ്രൈവർമാരൊക്കെ വളരെ ചോദിച്ചു, ആപ്പേ ഡ്രൈവർ നീ സ്വാമി ഡ്രൈവർ കാര്യമേ? അപ്പൊ ആ പോണേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുന്നത് ബോംബെയിലാണ്, അതേ ബിസിനസ്. ഞാൻ അപ്പൊ അദ്ദേഹം പറയാണ്, സ്വാമിജി എന്റെ ഭാര്യ ഒരു സ്വപ്നം കണ്ടു. ഈ പ്രതിഷ്ഠാദിനം നടക്കുമ്പം ആ മണ്ണിൽ നിന്ന് കാലുകുത്തണം. എന്നോട് പറഞ്ഞ് എന്നെ കൊണ്ടുപോകണം. അവര് ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ എടുത്ത് ലക്നൌവിൽ വന്നപ്പോൾ അവർക്ക് പോകാൻ പറ്റില്ല. കാർ പാസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. അയോധ്യയിലേക്ക് കാർ പാസ് ഇല്ല. അപ്പോഴാണ് എൻ്റെ കയ്യിൽ കാർ പാസ് ഇരിക്കുന്നത്. ഇവരറിഞ്ഞ് ഞാൻ അവിടെ വരുന്നുണ്ടത്. അപ്പൊ അവര് കാർ പാസ് ഉള്ള എൻ്റെ അങ്ങനെ കഥ കിട്ടില്ല. കണ്ണ് കാണാൻ വയ്യാത്ത ഒരാളെ കണ്ണ് കാണാൻ പറ്റുന്ന ഒരാളെ ഏറ്റിക്കൊണ്ടുപോയി ഒരു കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തോ അതേപോലെ ഇവരെന്നെ കൊണ്ടുപോവാണ് അയോധ്യയിലേക്ക്. ഞാൻ ഒന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്ത് പോലല്ല, പോവാണ്. ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം പോലെ, നിയോഗം പോലെ പോവാണ്. അവിടെ എത്തിയപ്പോൾ ആ സ്ത്രീ അവിടെ ഇറങ്ങി, കാറിൽ നിന്ന് ഇറങ്ങി ആ മണ്ണിൽ നമസ്കരിക്കുന്നത് നമുക്ക് സത്യത്തിൽ ഞാനൊരു നിമിഷം കരഞ്ഞു. ഇത്രയും അവരുടെ ആ ഒരു മനസ്സിന്റെ ഒരു ഭക്തിയുണ്ട്. ആ മണ്ണിൽ തൊട്ടിട്ട് പറയാണ് നമുക്കൊരു പ്ലസ് അദ്ദേഹം ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടിട്ട് വരും.
എന്തൊരു മഹത്തരമാണ്. അപ്പൊ നമ്മുടെ ഭാരത സംസ്കൃതി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ അമ്മമാര്, തപോ നിഷ്ഠകളായ അമ്മമാര്, അവരുടെയൊക്കെ പവിത്രത കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. സത്യത്തിൽ ഈ ഭാഗവത സത്രമൊക്കെ ഇത്ര ഗംഭീരമായി നിൽക്കുന്നത്, അത് എത്ര പറഞ്ഞാലും മതി വരില്ല. അതുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ തലമുറകളിലേക്ക് ഇത് എത്തിക്കണം. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. നമ്മുടെ തലമുറകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് പറ്റിയില്ല. അവരൊരു ഭ്രമത്തിലാണ്, അവരൊരു മായയിലാണ്, അവരീ കാണുന്ന ഒരു ലോകത്തിലാണ്. വെറുതെ മാളുകളിൽ ചെന്ന് വായും പൊളിച്ച് ഷോപ്പിംഗ് മാളിൽ പോയിട്ട് ടൈം പാസ് ചെയ്തിട്ട് അതാണ് ലോകമെന്ന് കരുതി അങ്ങനെ ജീവിക്കുന്ന വിൻഡോ ഷോപ്പിംഗ് ആളുകളാണ് നമ്മുടെ കുട്ടികൾ. കുറെ ആണല്ലേ പറയുകയോ ഒരു പക്ഷേ കോട്ടയത്തേക്ക് ഇത്ര വന്നിട്ടുണ്ടാവുമല്ലോ. ഒരു പക്ഷേ വലിയ വലിയ സിറ്റികളുടെ അവസ്ഥ അതാണ്. വെറുതെ കറങ്ങി നടക്കുക. കുറെ നേരത്തെ പറഞ്ഞില്ലേ, ഇതിനകത്ത് തോണ്ടിയിരിക്കുക, കുറെ തോണ്ടുക, പിന്നെ കുഴി മാന്തുക. തോട്ടിൽ മുഴുവൻ കുഴി മാന്തികളാണ്. ഇതിന് അവസാനം മാന്തിക്കുക ഒരു ദിവസം. ഈ തരത്തിൽ നമ്മൾ ഇത്ര അധപ്പതിച്ചു പോകും. മാറ്റം വരുത്തല്ലേ? മാറ്റം വരുത്തണമല്ലേ? അത് നമുക്കേ സാധിക്കില്ല. അതിനാണ് ഈ സത്രം തന്നിരിക്കുന്നത്. അതിനാണ് പാവം മലയൂർ തിരുമേനി തന്റെ ജീവിതം മാറ്റി വെച്ചത്. അതിനാണ് തപസ് ചെയ്തത്. അതുകൊണ്ടാണ് ഇതിനെ പരമഹംസ ഭൂമിയേക്ക് നമ്മൾ പറയുന്നത്. പരമഹംസത്തിൽ വിരാജിച്ചുകൊണ്ട് മറ്റുള്ളവരെയും ആ പരഹംസ തത്വത്തിലേക്ക് അല്ലെങ്കിൽ തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം തന്നിരിക്കുകയാണ്. അതിനാണ് പാവം വിവാഹൃതിയും പരമേശ്വരതിയും പ്രയത്നിച്ചു. അവരുടെ സ്വാർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അത് പ്രയോജനപ്പെടുത്തണം. ഓരോ വർഷം സത്രം കഴിയുന്നതോറും നമ്മൾ കൂടുതൽ അറിവ് നേടി നമ്മൾ ഇതിന്റെ ഒരു വലിയൊരു ജീവിതം നയിച്ചുകൊണ്ട് പ്രചാരകന്മാരായി തീരുക. നമ്മുടെ തലമുറകളെ രക്ഷിക്കാനായിട്ടുള്ള ദൗത്യം നമ്മൾ അവരവന് വേണ്ടി പ്രാർത്ഥിക്കാതെ സമൂഹത്തിന് വേണ്ടി, ഞാൻ എൻ്റെ സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തുകൊണ്ട് ഞാൻ ജീവിക്കും എന്നൊരു പ്രതിജ്ഞ ചെയ്ത് ലോക സംഗ്രഹം. എന്താണ് ഉറക്കം പറയുക? അത് പറയാൻ തന്നെ ഒരു ഊർജ്ജം, അത് പറയാൻ തന്നെ ഒരു ഊർജ്ജത്തിൽ പറയും. ലോക സംഗ്രഹമേവാക്കി എന്ന് പറയും. ഞാൻ എൻ്റെ ജീവിതം അതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചിട്ട് എത്ര പേർക്ക് അതിന് സാധിക്കും? അവന് വല്ല ഞാൻ എന്നു മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ലേ? പറയാൻ ധൈര്യമുള്ളവർ എത്ര പേർക്ക്? അത് പറയാനേ പലർക്കും പറ്റില്ല. ഞാൻ എന്നു മുതൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. ഞാൻ സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് അവരുടെ പ്രാർത്ഥനയാണ് എൻ്റെ ജീവിതത്തിന്റെ പുരോഗതി എന്ന് പറഞ്ഞു. ഞാൻ എനിക്ക് വേണ്ടി ഒന്നും പ്രാർത്ഥന അതിനെ ശീലിക്കും നമ്മൾ. അങ്ങനെ നമ്മൾ നന്മ ചെയ്യാൻ തുടങ്ങിയ ലോകസംഗ്രഹം അവിടെ വന്നു. ലോകസംഗ്രഹം ഉണ്ടായി. മനസ്സിലായി? ഭയം അവിടെ നിൽക്കട്ടെ. ഭയമല്ല പ്രശ്നം, ശ്രദ്ധയാണ് പ്രശ്നം. വെറുതെ വേണ്ടാത്തതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ നല്ലതിലേക്ക് ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞാൽ ഭയത്തിന്റെ സ്വാധീന ശക്തി കുറഞ്ഞു. അതവിടെ കടന്നോളൂ. അത് നമ്മൾ ഉപദ്രവിക്കില്ല. അതിൽ കുരുങ്ങി എന്നതാണ് മായ. അതിൽ പുറത്ത് കിടക്കുന്നതാണ് ദൈവാനുഗ്രഹം, ഈശ്വരാനുഗ്രഹം, ഗുരുത്വം. അതാണ് നമുക്ക് വേണ്ടത്. അത് നേടിയെടുക്കാൻ സാധിച്ചാൽ ജന്മം സുകൃതമായി, ജന്മം ഭാഗ്യമായി. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാനിവിടെ ഉപസംഹരിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് കാണാനുള്ള 7:45 എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു സമയം ആണോ? ഒരു സമയം അതിക്രമിക്കുന്നില്ല പറഞ്ഞൊരു സമയം. അപ്പോൾ നമുക്ക് ഈ ഭാഗവതം അതൊരു പ്രചോദനമാണ്, അതൊരു അനുഗ്രഹമാണ്. ഞാൻ കാണുന്ന ഭാഗവതം എന്നെ സംബന്ധിച്ച് കേവലം ഒരു പുസ്തകമല്ല. ഐ ടേക്ക് ഇറ്റ് ആസ് വെരി സിൻസിയർലി. ഇറ്റ് ഈസ് എ വെരി ഒരു സൈക്കോളജിക്കൽ സ്പിരിച്വൽ ടെക്സ്റ്റാണ്. മനുഷ്യന്റെ മനസ്സിനെ മാറ്റിമറക്കാൻ സഹായിക്കുന്ന അത്യുത്തമ ഒരു ആത്മീയ ശാസ്ത്രം. മോഡേൺ ഒരു സൈക്കോളജി പോലും എത്തിച്ചേരാത്ത മനുഷ്യന്റെ ഉള്ളറകളിലേക്ക് എത്തിയിട്ട് ഹൗ ദ ഫിയർ ജനറേറ്റ്, ഹൗ യു കെൻ ഓവർകം ദാറ്റ്, എങ്ങനെ നമുക്ക് ഇതിന് പുറത്ത് കിടക്കാൻ സാധിക്കും, അതിനെന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതിന് പ്രാക്ടിക്കലായിട്ടുള്ള സ്റ്റെപ്പുകൾ പറഞ്ഞു തന്നുകൊണ്ട് നമ്മുടെ മനസ്സിനെ പതുക്കെ പതുക്കെ പഠിച്ചുയർത്തിക്കൊണ്ട് അവസാനം ഈ വസുദേവരോട് നാരദർ ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടാണ് എൻ്റെ മനസ്സെന്ന്. ആ സമയത്ത് അദ്ദേഹം പറയുന്നത്, എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഈ കുലത്തിന്റെ നാശമോ അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്ന അനർത്ഥമൊന്നും എന്നെ ബാധിക്കുന്നില്ല, എഫക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മനസ്സിനെ ഞാൻ ഒരു റൂട്ടിലേക്ക് തിരിച്ചു. അവസാനം പരീക്ഷത്തിന് അതല്ലേ പറയുന്നത്, പരീക്ഷത്തിനോട് ശ്രീശുഖ ബ്രഹ്മർഷി ചോദിക്കുന്നതാണ്, അങ്ങേക്ക് ഇനി എന്താണ് കേൾക്കാനുള്ളത്? സോ വാട്ട് ഈസ് ദി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്? നിങ്ങളുടെ മൈൻഡിന്റെ അവസ്ഥ എന്താണ്? അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ എന്ന വിവേകമാണ്. എനിക്ക് അല്പം പോലും തക്ഷകന്റെ വിചാരമില്ല, മരണത്തിന്റെ വിചാരമില്ല. കാരണം എന്റെ മനസ്സപ്പോൾ അജ്ഞാനം നിരസ്തമ്മേ ജ്ഞാനജ്ഞാനിഷ്ഠയാ ഭവദാദർശനം ക്ഷേമം പരമം ഭഗവതപ്രദം. ഐ ആം വെരി ക്ലിയർ. എന്റെ പോകുന്ന റൂട്ട് എനിക്ക് ക്ലിയർ ആണ്. എന്റെ മനസ്സിന്റെ ഡയറക്ഷൻ എനിക്ക് വ്യക്തമാണ്. എന്റെ മനസ്സിന്റെ
റൂട്ട് എനിക്ക് നിങ്ങൾ ഗൂഗിൾ മാപ്പിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാണ്, നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഗൂഗിൾ മാപ്പിട്ട് കൊടുത്തിട്ട് പോകാൻ മതി. ചില സമയത്ത് അത് നമ്മളെ കരയിലേക്ക് എന്ന് പറഞ്ഞാൽ കായലിലേക്ക് കൊണ്ടുപോകാറുള്ളത് പറയുന്നു. പക്ഷെ എനിക്ക് അറിയില്ല അത് വെള്ളം എടുത്തിട്ട് ഓടിച്ചാണെന്ന് പറയുന്നത്. എന്തായാലും അങ്ങനെ ഒരു സംഭവം ഒരിടത്തുണ്ടായതൊക്കെ പറയണം. മിക്കവാറും 90% ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ട് കൊണ്ടുപോകാറുണ്ട്. ഉണ്ടാവും. ഇന്ന് ഞങ്ങളെത്തിരി ചുറ്റിച്ചു വേറെ കാര്യം അതൊക്കെ സംഭവിക്കും. ഇടയ്ക്ക് സംഭവിച്ചാലും എന്നാലും അത് എത്തിക്കുന്നത് ഉണ്ടാവും. വഴി തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓർമ്മിപ്പിക്കും വഴി തെറ്റിയിട്ടുണ്ട്, റീറൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞ പോലെ ഈ ഭാഗവതം നമുക്ക് അങ്ങനെ ക്ലാരിറ്റി ചെയ്യണം. ആ വ്യക്തതയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ശ്രദ്ധയും ലോകസംഗ്രഹവും ഇത് രണ്ടും ഓർമ്മിച്ചുകൊണ്ട് ഈ പവിത്ര ഭൂമിയിൽ വീണ്ടും വരാൻ എനിക്ക് സാധിച്ച മഹാഭാഗ്യത്തിന് അത് കാരണഭൂതന്മാരെ നമിച്ചുകൊണ്ട് എല്ലാവരുടെ സത്യത്തെ നമിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീമദ് ഭാഗവതാമൃത സത്രം സത്രവേദി നമ്മയെല്ലാം അനുഗ്രഹിച്ച സംഭൂജ്യ സ്വാമിജി ഉദിതചൈതന്യ അദ്ദേഹം കഴിഞ്ഞ സത്രത്തിൽ നമ്മെ അനുഗ്രഹിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. മള്ളിയൂരിൻ്റെ ആദരവ് ഇപ്പോൾ തിരുമേനി നൽകും. സംഭൂജ്യ സ്വാമിജിക്ക് മള്ളിയൂരിൻ്റെ ആദരവ് ഭാഗവത കഥാഗോകുലം മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഇപ്പോൾ നൽകുകയാണ്. ഇനിയും ഒട്ടനവധി വേദികളിൽ എത്തിച്ചേർന്ന സത്സംഗവേദികളെ മള്ളിയൂർ തിരുമേനിയുടെ 103-ാം ജയന്തി ആഘോഷങ്ങളോടനുബന്ധിച്ച് അഖില ഭാരത ശ്രീമദ് ഭാഗവതാമൃത മഹാസത്രം സത്രവേദിയിൽ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.